10B ക്ലാസ് ഇല്ല എന്നങ്ങ് വിചാരിക്കുക. എങ്കിൽ 10A ക്ലാസ്സിൽ 20 ആൺകുട്ടികളും 20 പെൺകുട്ടികളും ഉണ്ട്. ഈ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിയെ വിളിച്ചാൽ അത് ആൺകുട്ടിയാകാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചാൽ, മക്കളെ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത അതേ ചോദ്യം ബോയ്സും ഗേൾസും മാറ്റി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോൾസ് വന്നു, ബോളുകൾ അത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു അണുവിട പോലും വ്യത്യാസമില്ല. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്തോ അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് 4 എടുത്താൽ രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് 2 എടുക്കാം. 4, 2. ഇനി വല്ലതുണ്ടോ? ഇല്ല. ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. എൻട്രി ആപ്പിൻ്റെ സൂപ്പർ ഓവർ സീരീസ് എപ്പിസോഡ് 6ലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 5 എപ്പിസോഡുകളും നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. ഏറ്റവും ചുരുങ്ങിയത് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ എപ്പിസോഡ് 5ാമത്തെ എപ്പിസോഡ് കാണുക തന്നെ വേണം. കാര്യം PSCക്ക് അത്രമേൽ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തു തുടങ്ങിയത്. പ്രോബബിലിറ്റി അഥവാ സാധ്യതകളുടെ ഗണിതം. അതിൻ്റെ 1ാമത്തെ പാർട്ടാണ് 5ാമത്തെ എപ്പിസോഡിൽ പുറത്തുവിട്ടിരുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് കാണുക. ശേഷം ഇന്നത്തെ നമ്മൾ പറയുന്ന 6ാമത്തെ എപ്പിസോഡിലെ ചോദ്യങ്ങളെല്ലാം തന്നെയും അത്രമേൽ PSCക്ക് ആധികാരികമായ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് ആദ്യാവസാനം എന്നോടൊപ്പം എല്ലാവരും ചേരുക. ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കുക. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ആദ്യ ചോദ്യം ഇങ്ങനെ. 10A ക്ലാസ്സിൽ 20 ആൺകുട്ടികളും 20 പെൺകുട്ടികളുമുണ്ട്. 10B ക്ലാസ്സിൽ 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളും. 2 ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടികളെ തിരഞ്ഞെടുക്കണം. ഇതിനെ ഫോളോ ചെയ്യുന്ന ഒരു 5 ചോദ്യങ്ങൾ ചുവടെയുണ്ട്. 2ഉം ആൺകുട്ടികളാകാനുള്ള സാധ്യത എത്ര? 2ഉം പെൺകുട്ടികളാകാനുള്ള സാധ്യത എത്ര? ഒരാണും ഒരു പെണ്ണുമാകാനുള്ള സാധ്യത എത്ര? ഒരാൺകുട്ടി എങ്കിലും ആകാനുള്ള സാധ്യത എത്ര? ഒരു പെൺകുട്ടി എങ്കിലും ആകാനുള്ള സാധ്യത എത്ര എന്ന് തുടങ്ങുന്ന 5 ചോദ്യങ്ങൾ. നിങ്ങൾക്കറിയാം, മാറുന്ന PSCക്ക് ഒരു മുഴം മുമ്പേ നമുക്കറിയാം എല്ലാ PSC പരീക്ഷകളിലും ഇപ്പം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതാണ്. കണക്കിനാതിലും സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു കിടിലൻ ചോദ്യം തന്നെയാണ് 10ാം ക്ലാസ്സിലെ SCERT പാഠപുസ്തകത്തിൽ നിന്നും എടുത്ത ഈ ഒരു ചോദ്യം. ഇതറിയാം, ഇതിനകത്തിലെ 5 ചോദ്യങ്ങളും ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണണമെന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ച് പോകാവുന്നതാണ്. ഇതറിയത്തില്ലെങ്കിൽ എന്നോടൊപ്പം ആദ്യാവസാനം ചേരുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യം ഒരിക്കൽ കൂടെ പരിശോധിക്കുന്നു. 10A ക്ലാസ്സിൽ 20 ആൺകുട്ടികളും 20 പെൺകുട്ടികളുമുണ്ട്. 10B ക്ലാസ്സിൽ 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളുമുണ്ട്. 2 ക്ലാസ്സിൽ നിന്നും ഓരോ ആൾക്കാരെ സെലക്ട് ചെയ്യണം. നമ്മുടെ ചോദ്യം ഇതിൽ 2ഉം ആൺകുട്ടിയാകാനുള്ള സാധ്യത, 2ഉം പെൺകുട്ടിയാകാനുള്ള സാധ്യത. ശരി, നമുക്ക് ആദ്യം ഈ തന്നിരിക്കുന്ന വിവരങ്ങളെ ഒന്ന് ചെറുതാക്കി എഴുതി വെക്കാം. ചോദ്യം ഇങ്ങനെയാണ് മക്കളെ. 10A ക്ലാസ്സിൽ 10A ക്ലാസ്സിൻ്റെ കാര്യം മാത്രം ഞാൻ എഴുതുക. ബോയ്സ് 20 ആൺകുട്ടികൾ, ബോയ്സിൻ്റെ എണ്ണം 20 ആൺകുട്ടികളും ഗേൾസിൻ്റെ എണ്ണവും 20 പെൺകുട്ടികളുമുണ്ട്. 10A ക്ലാസ്സിൽ 20 ആൺകുട്ടികളും 20 പെൺകുട്ടികളുമുണ്ട്. 10B ക്ലാസ്സിൽ 15 ആൺകുട്ടികൾ, അതായത് ബോയ്സിൻ്റെ എണ്ണം 15, ഗേൾസിൻ്റെ എണ്ണവും 25, ഗേൾസിൻ്റെ എണ്ണം 25. ഇവിടെ 10A ക്ലാസ്സിൽ ആകെ എത്ര പേരുണ്ട്? 40 പേരുണ്ട്. 20ഉം 20ഉം 40. 10B ക്ലാസ്സിലും 15ഉം 25ഉം മൊത്തം 40 പേരുണ്ട്. ഇത്രയുമാണ് തന്നിരിക്കുന്നത്. 40 എന്ന ടോട്ടൽ തന്നിട്ടില്ല, അത് നമ്മളായിട്ട് കണ്ടുപിടിച്ചതാണ്. എങ്കിൽ നമ്മുടെ 1ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 2ഉം ആൺകുട്ടികളാകാനുള്ള സാധ്യത. 2ഉം ആൺകുട്ടികളാകാനുള്ള സാധ്യത. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാ സാധ്യത കണ്ടുപിടിക്കുന്ന സമവാക്യം എന്തുവാ? സാധ്യത കാണുന്നത് എങ്ങനെയാ? അനുകൂല ഫലം ബൈ ആകെ ഫലം. അനുകൂല ഫലം ബൈ ആകെ ഫലം. ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. ഫേവറബിൾ ബൈ ടോട്ടൽ. ഫേവറബിൾ ബൈ ടോട്ടൽ. ഓക്കെ അല്ലയോ? അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് 10A ക്ലാസ്സിൽ നിന്നും മാത്രം, നിങ്ങൾ 10B ക്ലാസ്സിൻ്റെ കാര്യം വിട്ടേരെ, 10A ക്ലാസ്സിൽ നിന്നും മാത്രം ആൺകുട്ടികളെ കിട്ടാനുള്ള സാധ്യത, ഒരാളെ വിളിക്കുന്നു, ആ ആൺകുട്ടിയാകാനുള്ള സാധ്യത നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? 10B ക്ലാസ് ഇല്ല എന്നങ്ങ് കരുത്. 10B ക്ലാസ് ഇല്ല എന്നങ്ങ് വിചാരിക്കുക. എങ്കിൽ 10A ക്ലാസ്സിൽ 20 ആൺകുട്ടികളും 20 പെൺകുട്ടികളും ഉണ്ട്.
ഈ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിയെ വിളിച്ചാൽ അത് ആൺകുട്ടിയാകാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇവിടുത്തെ ആകെ ഫലങ്ങളുടെ എണ്ണം 40. കാര്യം 20 മൊത്തം ആകെ ഫലങ്ങളുടെ എണ്ണം 40. ആകെ ഫലങ്ങളുടെ എണ്ണം 40 ശരിയാണോ? അതിൽ നമുക്ക് വേണ്ടത് നമ്മുടെ അനുകൂലം ആൺകുട്ടിയെ കിട്ടുക എന്നുള്ളതാണ്. എങ്കിൽ ഇവിടുത്തെ ആൺകുട്ടികളുടെ എണ്ണം 20. ഓക്കെ ആണോ? എങ്കിൽ 10A ക്ലാസ്സിൽ മൊത്തം ആകെ ഫലങ്ങളുടെ എണ്ണം, അതായത് ടോട്ടൽ 40, അതിൽ നമ്മുടെ ഫേവറബിൾ ആൺകുട്ടി കിട്ടുക എന്നുള്ളതാണ്. ആൺകുട്ടികളുടെ എണ്ണം 20. ക്ലിയർ? ശരി. അപ്പം 10A ക്ലാസ്സിൽ നിന്നും ആൺകുട്ടികളെ കിട്ടാനുള്ള സാധ്യത 40ൽ 20. അവിടെ നിൽക്കട്ടെ. ഇനി 10A ക്ലാസ് ഇല്ല, 10B ക്ലാസ് മാത്രമേ ഉള്ളെന്നങ്ങ് കരുത്. എങ്കിൽ ഈ ക്ലാസ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് ഒരാൺകുട്ടിയാകാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്കറിയാം, അവിടെയും ആകെ ഫലങ്ങളുടെ എണ്ണം 40. മക്കളെ, ആകെ ഫലങ്ങളുടെ എണ്ണം 40. ഇതിൽ ആൺകുട്ടിയാവണം എന്നാണ് നമ്മുടെ ചോദ്യം. എങ്കിൽ ആൺകുട്ടികളുടെ എണ്ണമാണ് നമ്മുടെ അനുകൂലം. എങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം 15. ഇത് ഓക്കെ ആണോ? 10A ക്ലാസ്സിൽ നിന്ന് വിളിക്കുന്നത് ഒരാൺകുട്ടിയാകാനുള്ള സാധ്യത 40ൽ 20. 10B ക്ലാസ്സിൽ നിന്ന് വിളിക്കുന്നത് ഒരാൺകുട്ടിയാകാനുള്ള സാധ്യത 40ൽ 15. നമ്മുടെ ചോദ്യം രണ്ടും ഒരേ സമയം ആൺകുട്ടികളാകണം, അതിനുള്ള സാധ്യത എത്ര എന്നാ ചോദിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് തെളിയുന്ന ഇങ്ങനെയാണ്, എടാ ഇത് തമ്മിൽ കൂട്ടിയാൽ മതിയല്ലോ, ഉത്തരം കിട്ടുമല്ലോ എന്ന്. ഇല്ല, കിട്ടത്തില്ല മക്കളെ. രണ്ടും ഒരേ സമയത്ത് ആൺകുട്ടികളാവണം, രണ്ടും ഒരേ സമയത്ത് പെൺകുട്ടികളാവണം. ജോഡിയായിട്ട് കിട്ടണോ എങ്കിൽ രണ്ടിടത്തെയും സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, പരസ്പരം ഗുണിക്കുക. ഇതാണ് മാർഗം. എടാ രണ്ടും സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇത് പരസ്പരം ഗുണിച്ചാൽ മാത്രമേ ജോഡിയായിട്ട് ഉത്തരം കിട്ടത്തുള്ളൂ. ജോഡി കിട്ടണോ പരസ്പരം ഗുണിക്കണം. ജോഡിയായിട്ട് രണ്ടും ഒരേ സാധനം തന്നെ കിട്ടണോ എങ്കിൽ പരസ്പരം ഗുണിക്കണം. ശരി, നമുക്കറിയാം ഇത് വെട്ടാൻ പറ്റും. വെട്ടിക്കളം ചെറുതാക്കി ചെറിയ രൂപം എഴുതാം. മക്കളെ, 20-നകത്തിൽ 20 ഒരു തവണ, 40-നകത്തിൽ 20 2 തവണ. ഇനി വെട്ടാൻ പറ്റുമോ? വെട്ടാൻ പറ്റത്തില്ല. ഇവിടെ വെട്ടാൻ പറ്റും. 15-നെയും 40-നെയും വെട്ടാൻ പറ്റും. 15-നകത്ത് 5 കൊണ്ട് വെട്ടാം 3 തവണ, 40-നകത്തിൽ 5 8 തവണ. ഇനി വെട്ടാൻ പറ്റുമോ? വെട്ടാൻ പറ്റത്തില്ല. 1 × 3 3, 3/8 × 2 16. അതായത് 16-ൽ 3 എന്ന് വരും. മക്കളെ, 16-ൽ 3 എന്ന് വരും. 16-ൽ 3 എന്ന് വരും. ശരിയാണോ? 16-ൽ 3. ക്ലിയർ ആണേ? ശരി, നമ്മുടെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഇത് രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത എത്ര? രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത എത്ര എന്നാണ് രണ്ടാമത്തെ ചോദ്യം. രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 10A ക്ലാസ് മാത്രമേ ഉള്ളെന്ന് കരുതാദ്യം. അവിടുന്ന് മാത്രം ഒരു കുട്ടിയെ വിളിച്ചാൽ അത് പെൺകുട്ടിയാകാനുള്ള സാധ്യത നമുക്കറിയാം. മൊത്തം ഫലങ്ങളുടെ എണ്ണം 40. മക്കളെ, ആകെ ഫലങ്ങളുടെ എണ്ണം 40. എങ്കിൽ അവിടുന്ന് മാത്രം ഒരു കുട്ടി അത് പെണ്ണാവാനുള്ള സാധ്യത 20. 40ൽ 20. ഇനി 10A ഇല്ല, 10B മാത്രമേ ഉള്ളെന്ന് വിചാരിക്കും. ഇവിടുന്ന് ഒരു കുട്ടിയെ വിളിച്ചാൽ അത് പെൺകുട്ടിയാകാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചാൽ ആകെ ഫലങ്ങളുടെ എണ്ണം 40. അതിൽ പെൺകുട്ടികളുടെ എണ്ണം 25. പെൺകുട്ടികളുടെ എണ്ണമാണ് നമുക്ക് വേണ്ടത് 25. രണ്ടും ഒരേ സമയത്ത് പെൺകുട്ടിയാകണം എങ്കിൽ ഗുണനഫലം എടുക്കണം. ഗുണിക്കണം. എപ്പോഴും ജോഡി കിട്ടണമെങ്കിൽ ഗുണിച്ചെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. വെട്ടാൻ പറ്റും. 20-നകത്തിൽ 20 ഒരു തവണ, 40-നകത്തിൽ 20 2 തവണ, 25-നകത്തിൽ 5 5 തവണ, 40-നകത്തിൽ 5 8 തവണ. ഇനി വെട്ടാൻ പറ്റത്തില്ല. 1 × 5 നമുക്കറിയാം, മുകളിൽ ഗുണിക്കുമ്പോൾ 1 × 5 5 ഡിവൈഡഡ് ബൈ 8 × 2 16 എന്ന് വരും. 8 × 2 16. ഓക്കെ ആണോ? ശരി, അപ്പൊ മനസ്സിലായി മക്കളെ. 16-ൽ 3 എന്തുവാ? ഇവിടെ രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത 16-ൽ 5 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത 16-ൽ 3. ക്ലിയർ ആണേ? അപ്പം രണ്ടും ആൺകുട്ടിയാകാനുള്ള സാധ്യത 16-ൽ 3. മക്കളെ, രണ്ടും പെൺകുട്ടിയാവാനുള്ള സാധ്യത 16-ൽ 5. അപ്പം മനസ്സിലായി, ഇവിടെ മൊത്തം 16 സാധ്യതയുണ്ട്. 16 3 സാധ്യത എന്തുവാ? രണ്ടും ആൺകുട്ടികളാകാൻ. 16 സാധ്യതയിൽ 5 സാധ്യത എന്തുവാ? രണ്ടും പെൺകുട്ടികളാകാൻ. അപ്പൊ രണ്ടും ആൺകുട്ടികളാകാൻ 16-ൽ 3 സാധ്യതയും രണ്ടും പെൺകുട്ടികളാകാൻ 16-ൽ 5 സാധ്യതയും. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം എന്തോ അറിയോ? നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാകാനുള്ള സാധ്യത. ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാകാനുള്ള സാധ്യത എത്ര എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. മക്കളെ, നമ്മുടെ ആകെ സാധ്യത
ആകെ സാധ്യത എപ്പോഴും 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 ഒന്നാണ് മക്കളെ. ആകെ സാധ്യത എപ്പോഴും 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 എക്കാലത്തും ഒന്നാണ്. ആകെ സാധ്യത ഒന്നാണ്. അതിനെ എപ്പോഴും ആകെ സാധ്യത നമ്മൾ ഒന്നെന്നാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയുന്നത്. കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എടാ 16-ൽ 3 എന്താ? 16-ൽ 3 രണ്ടും ആൺകുട്ടിയാവാൻ, 16-ൽ 5 രണ്ടും പെൺകുട്ടിയാവാൻ. അപ്പം മൊത്തത്തിൽ മക്കളെ 16-ൽ 16 സാധ്യതയുണ്ട്. 16-ൽ 16 സാധ്യതയുണ്ട്. 16-ൽ 16 രണ്ടും ആൺകുട്ടിയാവണം ആവുന്നു. 16-ലെ 5 രണ്ടും പെൺകുട്ടിയാവുന്നു. എങ്കിൽ 16-ൽ മൊത്തം 16 സാധ്യത ഉണ്ടായിരുന്നത്. എടാ 16/16 എന്ന് പറഞ്ഞ ഒന്നല്ലേ? അതുകൊണ്ടാണ് മക്കളെ എപ്പോഴും സാധ്യത, ആകെ സാധ്യത ഒന്നായിരിക്കും. ആകെ സാധ്യത ഒന്നായിരിക്കും. ഇത് മനസ്സിലായോ? ശരി, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി. നമ്മളെ മൂന്നാമത്തെ ചോദ്യം, ഒരാണും ഒരു പെണ്ണുമാകാനുള്ള സാധ്യത എത്ര എന്ന. നമുക്കറിയാം മൊത്തം സാധ്യത സുഹൃത്തുക്കളെ 1. ഇതെന്തുവാ? രണ്ടും ആൺകുട്ടിയാവുന്ന സാധ്യതയാണ് 16-ൽ 3. ഇതെന്തുവാ? രണ്ടും പെൺകുട്ടിയാവുന്ന സാധ്യതയാണ് 16-ൽ 5. മക്കളെ രണ്ടും ആൺകുട്ടികളാകുന്ന പരമാവധി സാധ്യത ഇത്രയേ ഉള്ളൂ. രണ്ടും പെൺകുട്ടികളാകുന്ന പരമാവധി സാധ്യത ഇത്രയേ ഉള്ളൂ. എങ്കിൽ ഇനി അവിടെ ഉള്ള ബാക്കി സാധ്യത മൊത്തം എന്തായിരിക്കും? എടാ രണ്ടും ആൺകുട്ടിയാവുന്ന ഇത്രയേ ഉള്ളൂ, രണ്ടും പെൺകുട്ടിയാവുന്ന ഇത്രയേ ഉള്ളൂ. എങ്കിൽ പിന്നെ എങ്ങനെ പറ്റത്തുള്ളൂ? ഇനി ഒരാണും ഒരു പെണ്ണും. രണ്ടും ആൺകുട്ടികളാകുന്ന പരമാവധി എണ്ണം ഇത്രയേ ഉള്ളൂ. രണ്ടും പെൺകുട്ടികളാകാൻ പരമാവധി ഇത്രയും സാധ്യത, ഇത്രയും പ്രോബബിലിറ്റി ഉള്ളൂ. എങ്കിൽ ഇനി അവിടെ കിടക്കുന്ന മൊത്തവും സാധ്യത എന്തായിരിക്കും? ഒരാണും ഒരു പെണ്ണും, ഒരാണും ഒരു പെണ്ണും, ഒരാണും ഒരു പെണ്ണും അല്ലേ? അങ്ങനെ ആയിരിക്കും മക്കളെ. എന്ന് പറഞ്ഞാൽ എടാ മൊത്തം സാധ്യത 1. അവിടെ നിന്നും രണ്ടും ആൺകുട്ടികളാകുന്ന 16-ൽ 3 സാധ്യതയും രണ്ടും പെൺകുട്ടികളാകുന്ന 16-ൽ 5 സാധ്യതയും ഒരുമിച്ച് ഇങ്ങ് കുറച്ചാൽ മാത്രം മതി. ഒരുമിച്ച് കുറച്ചാൽ അതാണ് ഒരാണും ഒരു പെണ്ണുമാകുന്ന സാധ്യത. ശരിയല്ലേ? ശരി, എങ്കിൽ 1 മൈനസ് 16-ൽ 3 16-ൽ 5 കൂട്ടിയ 16-ൽ 8 വരും. കാര്യം ഒരേ ചേരവാണ്. ഒരേ ചേരമാണെങ്കിൽ ചേര ഒരേപടി എഴുതും, അംശങ്ങൾ തമ്മിൽ കൂട്ടും. 5 3 8 വരും. ഓക്കെ, 1 മൈനസ് 8/16 എന്ന് പറഞ്ഞാൽ കുറയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം 8/16 വരും. 8/16 എന്ന് പറഞ്ഞാൽ മക്കളെ വെട്ടിക്കളയുമ്പം 1/2 എന്ന് കിട്ടും. 1/2 എന്ന് വരും. അതായത് ഒരാണും ഒരു പെണ്ണുമാകുന്ന സാധ്യത 1/2. ഒരാണും ഒരു പെണ്ണുമാകുന്ന സാധ്യത 1/2. ഒരാണും ഒരു പെണ്ണുമാകുന്ന സാധ്യത 2-ൽ 1. മനസ്സിലായോ? ക്ലിയർ ആണെന്ന് കരുതട്ടെ. ശരി, എങ്കിൽ നമ്മുടെ 4ാമത്തെ ചോദ്യത്തിലോട്ട്. അതിൻ്റെ 4ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഒരാൺകുട്ടി എങ്കിലും ആകാനുള്ള സാധ്യത എത്ര എന്നാ ചോദിക്കുന്നത്. ഒരാൺകുട്ടി എങ്കിലും ആകാനുള്ള സാധ്യത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ. ഇവിടെ ഇതെന്തുവാ? രണ്ടും ആൺകുട്ടികളാകുന്ന സാധ്യതയാണ്. ഇതെന്തുവാ? രണ്ടും പെൺകുട്ടികളാകുന്ന സാധ്യതയാണ്. ഇതെന്തുവാ? ഒരാണും ഒരു പെണ്ണുമാകുന്ന സാധ്യതയാണ്. നമുക്കറിയാമല്ലോ ഇവിടെ ആകെ സുഹൃത്തുക്കളെ ഒരു സാധ്യത. ഇതിൽ നമ്മുടെ ഇപ്പം ചോദ്യം എന്തുവാ? ഒരാൺകുട്ടി എങ്കിലും, മിനിമം ഒരാൺകുട്ടി എങ്കിലും വേണം. മിനിമം ഒരാൺകുട്ടി എങ്കിലും വേണം. രണ്ടും ആൺകുട്ടികളായാലും പ്രശ്നമില്ല. ഒരു ആൺകുട്ടി എങ്കിലും എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് രണ്ടും ആൺകുട്ടികളായാലും പ്രശ്നമില്ല. കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഒരാൺകുട്ടി എങ്കിലും ആകാനുള്ള സാധ്യത എന്ന് ചോദിച്ചാൽ മക്കളെ രണ്ടും പെൺകുട്ടികളാവുന്ന ഈ ഒരു സാധ്യത എങ്ങ് മാറ്റിവെച്ചാൽ, രണ്ടും പെൺകുട്ടികളാകുന്ന ഈ ഒരു സാധ്യത എങ്ങെടുത്ത് മാറ്റിവെച്ചാൽ അതല്ലേ പിന്നെ ഒരാൺകുട്ടി എങ്കിലും ആകാനുള്ള സാധ്യത. ഇതിനകത്ത് മൊത്തം രണ്ടും പെൺകുട്ടികളാണ്. ഈ സാധ്യതയ്ക്കകത്തിലൊഴികെ ബാക്കി എല്ലായിടത്തും ഇവിടെ 2 ആൺകുട്ടിയാണ്, ഇവിടെ ഒരാണും ഒരു പെണ്ണുമാണ്. എന്ന് പറഞ്ഞാൽ രണ്ടും പെൺകുട്ടികളാകുന്ന സാധ്യത എടുത്ത് മാറ്റിയാൽ പിന്നുള്ള സാധ്യതയിൽ മൊത്തം ഒരാൺകുട്ടി എങ്കിലും വന്നിരിക്കും. ശരിയല്ലയോ? ഒന്ന് ആലോചിച്ച് നോക്ക്. രണ്ടും ആൺകുട്ടികളാകുന്ന പരമാവധി സാധ്യത എടുത്തങ്ങ് മാറ്റിവെച്ചാൽ പിന്നുള്ളതിൽ മൊത്തം ഒരാണും ഒരു പെണ്ണും, ഒരാണും ഒരു പെണ്ണും ആയിരിക്കും. ശരിയാണോ അല്ലയോ? അതെ. എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെന്ന് ചോദിച്ചാൽ ഒരാണും ഒരു പെണ്ണുമാകാനുള്ള സാധ്യത എത്ര എന്നാണ് നമ്മുടെ 4ാമത്തെ ചോദ്യം. ശരി, അപ്പൊ നമുക്കറിയാം ആകെ സാധ്യത 1. ഇതിൽ നിന്നും ഒരാൺകുട്ടി എങ്കിലും എന്ന് ചോദിച്ചാൽ രണ്ടും പെൺകുട്ടികളാകുന്ന സാധ്യത കുറച്ചാൽ മതി. ഒരാൺകുട്ടി എങ്കിലും എന്ന് ചോദിച്ചാൽ രണ്ടും പെൺകുട്ടികളാകുന്ന സാധ്യത എടുത്ത് കുറച്ചാൽ മതി. അപ്പൊ രണ്ടും പെൺകുട്ടികളാകുന്ന സാധ്യത നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ഈ ഒരു ഉത്തരം ഇല്ല എന്നിരിക്കട്ടെ. PSC നേരിട്ട് ഈ 4ാമത്തെ ചോദ്യമാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ചോദ്യം അതാണെന്നിരിക്കട്ടെ.
എങ്കിൽ നമ്മൾ ദാ ഇവിടെ നോക്കിയിട്ട് അത് കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിൽ ദാ ഇങ്ങനെ ഒരു ഉത്തരവില്ല എന്നങ്ങ് സങ്കല്പിക്കും മക്കളെ. അങ്ങനെയെങ്കിൽ ദാ ആകെ സാധ്യതയായ ഒന്നിൽ നിന്നും ദാ ഒരാൺകുട്ടി എങ്കിലും വേണം എന്ന് പറയുമ്പം രണ്ടും പെൺകുട്ടികളാകുന്ന സാധ്യത ഇനി കുറച്ചാൽ മതി. അപ്പൊ രണ്ടും പെൺകുട്ടികളാകുന്ന സാധ്യത ഇവിടെ നമ്മൾ കണ്ടുപിടിക്കണം. ശരി, നമുക്കറിയാം രണ്ടും പെൺകുട്ടിയാവണമെങ്കിൽ ഇവിടുന്ന് മൊത്തം 40 പേരുണ്ട്. 40-ൽ 20 പെൺകുട്ടികൾ. അടുത്ത 10 ബി ക്ലാസ്സിൽ മൊത്തം 40 പേരുണ്ട്. 40-ൽ 25 പെൺകുട്ടികൾ. രണ്ടും പെൺകുട്ടികളാവണമെങ്കിൽ പരസ്പരം ഗുണിക്കണം. അപ്പോൾ 1 മൈനസ് ദാ വെട്ടിക്കളയുമ്പം ഇവിടെ 1/2 വരും. ഇവിടെ 5/8 വരും. എങ്കിൽ ദാ 5/16 എന്ന് വരും. 5/16. 1 മൈനസ് 5/16 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 11/16. 11/16. 16-ൽ 11 സാധ്യത. ഒരാൺകുട്ടി എങ്കിലും ആകാനുള്ള സാധ്യത എത്ര എന്ന് വെച്ചാൽ 16-ൽ 11. 16-ൽ 11. മനസ്സിലായോ? ശരി, നമ്മുടെ 5-ാമത്തെ ചോദ്യം എന്തുവാ? ഒരു പെൺകുട്ടി എങ്കിലും ആകാനുള്ള സാധ്യത ആലോചിക്ക്. ഒരു പെൺകുട്ടി എങ്കിലും വേണം. നമുക്കറിയാം ഇതെന്തിൻ്റെ സാധ്യതയാണ്? രണ്ടും ആൺകുട്ടികളാകുന്ന സാധ്യതയാണ് ഇത്. ഇതെന്തിൻ്റെ സാധ്യതയാണ്? രണ്ടും പെൺകുട്ടികളാകുന്നത്. ഇതെന്തുവാ? ഒരാണും ഒരു പെണ്ണും. നമ്മുടെ ചോദ്യം ഒരു പെൺകുട്ടി എങ്കിലും എന്നാ. നമുക്കറിയാം ഇതിനകത്തിലേ ഉള്ള രണ്ടും ആൺകുട്ടികളാവുന്നത്. ഇതിനകത്ത് രണ്ടും പെൺകുട്ടികളാണ്. രണ്ടും പെൺകുട്ടികളായാലും ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് ഒരാണും ഒരു പെണ്ണുമാ. ഒരു പെണ്ണെങ്കിലും ഉണ്ട്, കുഴപ്പമില്ല. അപ്പം നോക്കിയ മക്കളെ, എന്ന് പറഞ്ഞ് ഇവനെ നമുക്ക് വേണ്ട. കാര്യം ഇതിനകത്തിൽ രണ്ടും ആൺകുട്ടികളാ, ഒരു പെൺകുട്ടി പോലും ഇല്ല. അതായത് എടാ ആകെ സാധ്യതയായ ഒന്നിൽ നിന്നും രണ്ടും ആൺകുട്ടികളാകുന്ന സാധ്യത എടുത്തങ്ങ് മാറ്റി വെച്ചാൽ പിന്നുള്ള എല്ലാ സാധ്യതയിലും ഒരു പെൺകുട്ടിയെങ്കിലും വന്നിരിക്കും. ശരിയാണോ? എങ്കിൽ ദാ ആകെ സാധ്യതയായ ഒന്നിൽ നിന്നും രണ്ടും ആൺകുട്ടികളാകുന്ന സാധ്യത എടുത്ത് മാറ്റിയാൽ ഒരു പെൺകുട്ടിയെങ്കിലും കിട്ടും. അപ്പം ഞാൻ പറയുവാണ്, ദാ ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഇതെങ്ങനെ ചെയ്യും? ശരി, ആകെ സാധ്യതയായ ഒന്നിൽ നിന്നും ദാ രണ്ടും ആൺകുട്ടികളാകുന്ന സാധ്യത കണ്ടുപിടിക്കാൻ പോവാ. മൊത്തം 40. 40-ൽ ഇവിടുന്ന് ആൺകുട്ടി കിട്ടാനുള്ള സാധ്യത 40-ൽ 20. 10 ബി ക്ലാസ്സിൽ 40 പേര്. അവിടുത്തെ ആൺകുട്ടികളുണ്ടെങ്കിൽ 15. രണ്ടിടത്തുനിന്ന് ആൺകുട്ടി ആവണമെങ്കിൽ പരസ്പരം ഗുണിക്കണം. അപ്പോൾ 1 മൈനസ് ദാ വെട്ടിക്കളയാം 1/2 എന്ന് വരും. ഇവിടെ വെട്ടുമ്പോൾ 5/8 എന്ന് വരും. ശരി, ഗുണിക്കുമ്പോൾ 1 × 5 5. 25 അല്ല 5 ആയിരുന്നു. 3/5 എന്നാണ് വരുന്നത്. ഓക്കെ, 3/5 എന്ന് വരും. 3/8 എന്ന് വരും. ഇവിടെ 1 × 3 ഡിവൈഡഡ് ബൈ 8 2 16. കുറയ്ക്കുമ്പം 13/16 എന്ന് വരും. 13/16. ഇതാണ് ഒരു പെൺകുട്ടി എങ്കിലും ആകാനുള്ള സാധ്യത. ഒരു പെൺകുട്ടി എങ്കിലും ആകാനുള്ള സാധ്യത. മനസ്സിലായോ? ക്ലിയർ ആയി കാണും എന്ന് കരുതട്ടെ. ശരി, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കിട്ടിയെങ്കിൽ ഒരു വട്ടം കൂടെ നിങ്ങൾ എൻ്റെ കൂടെ പിടിക്കണം. ഒരു വട്ടം കൂടെ എൻ്റെ കൂടെ പിടിച്ചാൽ ഉറപ്പായിട്ടും ഈ പറയുന്ന എല്ലാ സാധനവും മനസ്സിലാവും. ശരി, നമുക്ക് ചെയ്ത് നോക്കാം. നോക്കി ചോദ്യം ഇങ്ങനെ. ഒന്നാമത്തെ ചോദ്യം, രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത നമുക്കറിയാം. 10 എ ക്ലാസ്സിൽ നിന്ന് മാത്രം ആൺകുട്ടിയെ കിട്ടാനുള്ള സാധ്യത 40-ൽ 20 എണ്ണം. 10 ബി ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടിയെ കിട്ടാനുള്ള സാധ്യത 40-ൽ 15 എണ്ണം. രണ്ടും ഒരേ സമയത്ത് ആൺകുട്ടിയാവണമെങ്കിൽ പരസ്പരം ഗുണിക്കണം. വെട്ടാൻ പറ്റും. 1/2 എന്ന് വരും. ഇവിടെ 5 കൊണ്ട് കിട്ടുമ്പം 3/8 എന്ന് വരും. ഓക്കെ, ഗുണിക്കുമ്പം 3/16 എന്ന് വരും. 3/16 എന്ന് വരും. ക്ലിയർ അല്ലേ? 3/16. ശരി, രണ്ടാമത്തെ ചോദ്യം, രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത. 10 എ ക്ലാസ്സിൽ നിന്ന് മാത്രം മൊത്തം 40 പേര്. അവിടുത്തെ പെൺകുട്ടികളുടെ എണ്ണം 20. 10 ബി ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ മൊത്തം 40 പേരിൽ 25 പേര്. രണ്ടും ഒരേ സമയത്ത് പെണ്ണാകണമെങ്കിൽ മൊത്തം തമ്മിൽ ഗുണിച്ചാൽ മതി. വെട്ടാൻ പറ്റും. ഇവിടെ 1/2 എന്ന് വരും. ഇവിടെ 5 കൊണ്ട് കിട്ടുമ്പോൾ 5 എന്നും വരും. ഇവിടെ 8 എന്നും വരും. 1 × 5 5. താഴെ 8 2 16. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഒരാണും ഒരു പെണ്ണുമാകാനുള്ള സാധ്യത. നമുക്കറിയാം മൊത്തം 16 സാധ്യതയുണ്ട്. 16-ൽ 16 എണ്ണം ഉണ്ട്. 16 എണ്ണത്തിലെ 3 എണ്ണം മാറി. 16 എണ്ണത്തിലെ 5 എണ്ണം പിന്നെയും മാറി. എങ്കിൽ ബാക്കി സാധ്യത മൊത്തം മക്കളെ എന്തുമായിരിക്കും? രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യതയും തീർന്നു.
രണ്ടും പെൺകുട്ടികളാകുന്ന സാധ്യതയും തീർന്നു. എടാ, രണ്ടും ആൺകുട്ടികളാകുന്ന പരമാവധി സാധ്യത എത്രയേ ഉള്ളൂ? രണ്ടും പെൺകുട്ടികളാകുന്ന പരമാവധി സാധ്യത എത്രയേ ഉള്ളൂ? എങ്കിൽ ഇനിയുള്ള സാധ്യത മൊത്തം എന്താണ്? ഒരാണും ഒരു പെണ്ണുമാകാനുള്ള സാധ്യതയാണ്. ഒരാണും ഒരു പെണ്ണും. ശരി, എങ്കിൽ നമുക്കറിയാം ആകെ സാധ്യത ഒന്നാണ്. അതിൽ നിന്നും രണ്ടും ആൺകുട്ടികളാകുന്ന 16-ൽ 3 സാധ്യതയും രണ്ടും പെൺകുട്ടികളാകുന്ന 16-ൽ 5 സാധ്യതയും തമ്മിൽ കുറച്ചാൽ മതി. അത് തമ്മിൽ കൂട്ടിയിട്ട് കുറച്ചാൽ മതി. അതായത് ഇത് മൊത്തം ആകെ സാധ്യതയായ 1-ൽ നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ 1 - 8/16 എന്ന് വരും. കുറയ്ക്കുമ്പം 8/16 എന്ന് വരും. 8/16 എന്ന് പറഞ്ഞാൽ വെട്ടിക്കളഞ്ഞാൽ 1/2 എന്ന് വരും. അതായത് ഒരാണും ഒരു പെണ്ണുമാകാനുള്ള സാധ്യത 1/2. ഒരാണും ഒരു പെണ്ണുമാകാനുള്ള സാധ്യത 1/2. നമ്മുടെ 4ാമത്തെ ചോദ്യം, ഒരാൺകുട്ടി എങ്കിലും ആകാനുള്ള സാധ്യത. നമുക്കറിയാം ഒരാൺകുട്ടി എങ്കിലും കിട്ടണമെങ്കിൽ രണ്ടും പെൺകുട്ടികളാകുന്ന സാധ്യത എടുത്തു മാറ്റിയാൽ മതി. രണ്ടും പെൺകുട്ടികളാകുന്ന സാധ്യത എടുത്തു മാറ്റിയാൽ മതി. രണ്ടും പെൺകുട്ടികളാകുന്ന സാധ്യതയിൽ ഒഴികെ ബാക്കിയുള്ള എല്ലായിടത്തും മിനിമം ഒരാണെങ്കിലും വരുന്നില്ലയോ? വരും, ഉറപ്പായിട്ടും വരും. എങ്കിൽ ആകെ സാധ്യതയായ 1-ൽ നിന്നും രണ്ടും പെൺകുട്ടികളാകുന്ന സാധ്യത എടുത്തങ്ങ് മാറ്റിയാൽ മതി. എങ്കിൽ രണ്ടും പെൺകുട്ടികളാകുന്ന സാധ്യത നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. ശരി, ഇത് നോക്കിയിട്ട് പറ എങ്ങനെ കണ്ടുപിടിക്കും. മൊത്തം 40 പേര് 10 A ക്ലാസ്സിൽ, അതിൽ ബോയ്സിൻ്റെ എണ്ണം 20. അതുപോലെ 10 B ക്ലാസ്സിൽ മൊത്തം 40 പേര്, അതിൽ ഗേൾസിൻ്റെ എണ്ണം 25. ശരി, ഇതൊരുമിച്ച് ഗുണിച്ചിട്ട് ഇവിടുന്ന് കുറച്ചാൽ മതി. 1 - വെട്ടുമ്പോൾ നമുക്കറിയാം അവസാനം ഉത്തരമായിട്ട് 5/16 എന്ന് വരും. അപ്പോൾ 1 - 5/16 ചെയ്താൽ 11/16 എന്ന് വരും. അതായത് ഒരാൺകുട്ടി എങ്കിലും ആകാനുള്ള സാധ്യത 11/16, 16-ൽ 11. നമ്മുടെ ലാസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ്, ഒരു പെൺകുട്ടി എങ്കിലും ആകാനുള്ള സാധ്യത. ഒരു പെൺകുട്ടി എങ്കിലും വരണമെങ്കിൽ ആകെ സാധ്യതയുള്ള 1-ൽ നിന്നും രണ്ടും ആൺകുട്ടികളാകുന്ന സാധ്യത കുറച്ചാൽ മതി. അപ്പോൾ 1 - 2 ആൺകുട്ടികളാവുന്നത് കുറയ്ക്കണം. അപ്പോൾ രണ്ടും ആൺകുട്ടികളാവുന്ന സാധ്യത നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല നേരത്തെ, ഇപ്പോഴാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് എന്ന് കരുതിയാൽ 40-ൽ രണ്ടും ആൺകുട്ടികളാവുന്നത് 10 A ക്ലാസ്സിൽ 20, 10 B ക്ലാസ്സിൽ മൊത്തം 40 പേരിൽ ആൺകുട്ടികളുടെ എണ്ണം 15. ശരി, അത് പരസ്പരം എന്ത് ചെയ്താൽ മതി? ഗുണിക്കാം. 1 - വെട്ടുമ്പോൾ നമുക്കറിയാം എന്താ 3/16 എന്ന് വരും. എങ്കിൽ കുറയ്ക്കുമ്പം 13/16 എന്നും വരും. എങ്കിൽ ഒരു പെൺകുട്ടി എങ്കിലും ആകാനുള്ള സാധ്യത 13/16. ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് കരുതട്ടെ. എങ്കിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ പരിശോധിക്കാം. നോക്ക്, ഒരു പെട്ടിയിൽ 4 കറുപ്പും 6 വെളുപ്പും പന്തുകളുണ്ട്. മറ്റൊരു പെട്ടിയിൽ 5 കറുപ്പും 5 വെളുപ്പും പന്തുകളുണ്ട്. 2 പെട്ടിയിൽ നിന്നും ഓരോ പന്തുകളെടുത്താൽ രണ്ടും കറുപ്പാകാനുള്ള സാധ്യത, രണ്ടും വെളുപ്പാകാനുള്ള സാധ്യത, ഒരു കറുപ്പും ഒരു വെളുപ്പുമാകാനുള്ള സാധ്യത, ഒരു കറുപ്പെങ്കിലും ആകാനുള്ള സാധ്യത, ഒരു വെളുപ്പെങ്കിലും ആകാനുള്ള സാധ്യത. മക്കളെ, തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത അതേ ചോദ്യം ബോയ്സും ഗേൾസും മാറ്റി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോൾസ് വന്നു, ബോളുകൾ അത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു അണുവിട പോലും വ്യത്യാസമില്ല. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്തോ അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഒരു പെട്ടിയിൽ 4 കറുപ്പും 6 വെളുപ്പും പന്തുകളുണ്ട്. ശരി, നമുക്കൊന്ന് എഴുതി നോക്കാം. ഒരു പെട്ടിയിൽ നോക്കിയ മക്കളെ, ഒരു പെട്ടിയുണ്ട്. ഇതിനകത്തിൽ 4 കറുപ്പും 6 വെളുപ്പും പന്തുകളുണ്ട്. 6 വെളുപ്പും 6 വൈറ്റ്. ശരി, മറ്റൊരു പെട്ടിയിൽ 5 കറുപ്പും 5 വെളുപ്പും പന്തുകളുണ്ട്. 5 കറുപ്പും 5 വെളുപ്പും. അടുത്തൊരു പെട്ടിയാണേ, 5 കറുപ്പും 5 വെളുപ്പും പന്തുകളുണ്ട്. 5 ബ്ലാക്ക് 5 വൈറ്റ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, 2 പെട്ടിയിൽ നിന്നും ഓരോ പന്തുകൾ എടുത്താൽ രണ്ടും കറുപ്പാകാനുള്ള സാധ്യത. രണ്ടും ഒരേ സമയത്ത് കറുപ്പാകണം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ രണ്ടും ഒരേ സമയത്ത് ആൺകുട്ടിയാകുന്നത് പോലെ ഇവിടെ രണ്ടും ഒരേ സമയത്ത് കറുപ്പാകണം. ശരി, നമ്മുടെ കയ്യിൽ ഈ സെക്കൻഡ് ബോക്സ് ഇല്ല എന്നങ്ങ് കരുത്. സെക്കൻഡ് ബോക്സ് ഇല്ല. നമുക്കറിയാം മൊത്തം ഈ പെട്ടിക്കകത്തിൽ 6 × 4 10 പന്തുകളുണ്ട്. ഈ പെട്ടിക്കകത്തിൽ മൊത്തം 10 പന്തുകളുണ്ട്. എങ്കിൽ ഫസ്റ്റ് ബോക്സിൽ നിന്ന് നമുക്കറിയാം മൊത്തം 10 പന്തുകൾ. അതിൽ കറുപ്പിൻ്റെ എണ്ണം മാത്രം എത്ര? 4. ഒന്നാമത്തെ പെട്ടി മാത്രം പരിശോധിച്ചാൽ മൊത്തം 10 പന്തുകൾ. അതായത് ആകെ ഫലങ്ങളുടെ എണ്ണം 10. അതിൽ നമുക്ക് അനുകൂലമായ ഫലങ്ങളുടെ എണ്ണം 4. അനുകൂലമായ ഫലങ്ങളുടെ എണ്ണം 4. അതുപോലെ രണ്ടാമത്തെ പെട്ടിയിൽ 5 ഉം 5 ഉം മൊത്തം 10 പന്തുകൾ.
അതിൽ നമുക്ക് കറുപ്പിന്റെ എണ്ണം, അനുകൂലമായ ഫലം കറുപ്പാണ്, അത് 5 എണ്ണം. ശരിയാണോ? ഇനി രണ്ടിടത്തുനിന്ന് ഒരേ സമയത്ത് നമ്മൾ എടുക്കുന്നത് കറുത്ത പന്തുകളായിരിക്കണം. അങ്ങനെയെങ്കിൽ രണ്ടിടത്തുനിന്നും കിട്ടിയ സെപ്പറേറ്റ് സാധ്യതകൾ തമ്മിൽ ഗുണിക്കണം. കാര്യം പെയർ കിട്ടണോ, ജോഡി കിട്ടണോ, തമ്മിൽ ഗുണിച്ചേ പറ്റത്തുള്ളൂ. അല്ലാതെ കൂട്ടിയിട്ട് കാര്യമില്ല മക്കളെ, ഗുണിക്കണം. അപ്പൊ ഗുണിക്കണം. അപ്പൊ ഇവിടുന്ന് മാത്രം കറുപ്പ് കിട്ടാനുള്ള സാധ്യത 10ൽ 4 ഈ ബോക്സ് മാത്രം പരിശോധിച്ചാൽ അവിടുന്ന് കറുപ്പ് കിട്ടാനുള്ള സാധ്യത 10ൽ 5 എങ്കിൽ രണ്ട് പെട്ടിയിൽ നിന്ന് ഒരേ സമയത്ത് കറുപ്പ് കിട്ടാനുള്ള സാധ്യത ഇത് തമ്മിൽ ഗുണിച്ചാൽ മതി. അപ്പൊ ഗുണിക്കുമ്പോൾ നമുക്ക് ആദ്യം വെട്ടിക്കളയാം. 5-നകത്തിൽ 5 ഒരു വട്ടം, 10-നകത്ത് 2 വട്ടം, 2-നകത്ത് 2 ഒരു വട്ടം, 4-നകത്ത് 2 വട്ടം. ഇനിയും വെട്ടാൻ പറ്റും. 2-നകത്ത് 2 ഒരു വട്ടം, 10-നകത്ത് 5 വട്ടം, 5 വരും. അപ്പോൾ അതാ മുകളിൽ 1, താഴെ 5, 1/5 എന്ന് വരും. അതായത് രണ്ടും കറുപ്പാകാനുള്ള സാധ്യത 1/5. ശരി, നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്തുവാ? രണ്ടും വെളുപ്പാകാനുള്ള സാധ്യത. അപ്പം ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് മാത്രം വെളുപ്പ് കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 10ൽ മൊത്തം 10 എണ്ണത്തിൽ 6, 10ൽ 6. രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് മാത്രം പരിശോധിച്ചാൽ, ഒന്നാമത്തെ പെട്ടി ഇല്ല, രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് മാത്രം നോക്ക്, ഒരു വെളുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചാൽ 10ൽ 5 എണ്ണം, 10ൽ 5 എണ്ണം. രണ്ടിടത്തുനിന്ന് എടുക്കുന്നത് ഒരേ സമയത്ത് വെളുപ്പാകണമെങ്കിൽ അത് രണ്ടും കൂടെ ഗുണിച്ചാൽ മതി. ശരി, നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. 5-നകത്ത് 5 ഒരു വട്ടം, 10-നകത്ത് 2 വട്ടം, 2-നകത്ത് 2 ഒരു വട്ടം, 6-നകത്ത് 3 വട്ടം. ഇനി വെട്ടാൻ പറ്റത്തില്ലല്ലോ, പറ്റത്തില്ല. 3/10 എന്ന് വരും, 3/10 എന്ന് വരും. ശരിയാണോ? അപ്പോൾ രണ്ടാമത്തെ പെട്ടിയിൽ നിന്നും രണ്ട് പെട്ടിയിൽ നിന്നും എടുക്കുന്ന പന്തുകൾ വെളുത്തതാകാനുള്ള സാധ്യത 10ൽ 3. രണ്ട് പെട്ടിയിൽ നിന്നും എടുക്കുന്ന പന്തുകൾ വെളുത്തതാകാനുള്ള സാധ്യത 10ൽ 3. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം എന്തുവാ? ഒരു കറുപ്പും ഒരു വെളുപ്പുമാകാനുള്ള സാധ്യത എത്ര? ശരി, ഇതെന്തോ മക്കളെ? രണ്ടും കറുപ്പാകുന്ന സാധ്യത, എടുക്കുന്ന 2 പന്തും കറുപ്പാ, അതിൻ്റെ സാധ്യത 5ൽ 1. ഇതെന്തോ സുഹൃത്തുക്കളെ? രണ്ടും എടുക്കുന്ന 2 പന്തുകളും നമ്മുടെ കയ്യിൽ വെളുപ്പായിരിക്കും, അതിൻ്റെ സാധ്യതയാണ് ഇത്. അപ്പോൾ രണ്ടും കറുപ്പാകുന്ന പരമാവധി സാധ്യത ഇത്രയേ ഉള്ളൂ, രണ്ടും വെളുപ്പാകുന്ന പരമാവധി സാധ്യത ഇത്രയേ ഉള്ളൂ. എങ്കിൽ ഇനി നമുക്ക് അവിടെ ഉള്ള മൊത്തവും സാധ്യത എന്തായിരിക്കും? ഇനി എങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ? ഒരു കറുപ്പും ഒരു വെളുപ്പും, ഒരു കറുപ്പും ഒരു വെളുപ്പും, ഒരു കറുപ്പും ഒരു വെളുപ്പും, അല്ലെങ്കിൽ ഒരു വെളുപ്പും ഒരു കറുപ്പും, അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. ശരിയാണോ? രണ്ടും കറുപ്പാകുന്ന പരമാവധി ഇത്രയും സാധ്യതയുള്ളൂ, രണ്ടും വെളുപ്പാകുന്ന പരമാവധി ഇത്ര സാധ്യതയുള്ളൂ. എങ്കിൽ ഇനിയുള്ള സാധ്യത മൊത്തവും സുഹൃത്തുക്കളെ ഒരു കറുപ്പും ഒരു വെളുപ്പുമായിരിക്കും. എങ്കിൽ നമുക്കറിയാം നമ്മുടെ ആകെ സാധ്യതയായ 1ൽ നിന്നും രണ്ടും കറുപ്പാകുന്ന സാധ്യത 1/5ഉം രണ്ടും വെളുപ്പാകുന്ന സാധ്യത 3/10 കൂടെ കൂട്ടിയിട്ട് 1ൽ നിന്നും കുറച്ചാൽ മതി. അപ്പോൾ 1 മൈനസ് നമുക്ക് ഇത് 10 ചേരം 10. ഈ ചേരത്തെയും 10 ആക്കി ചെയ്യാം. അതായത് ഒരേ ചേരമാക്കാൻ വേണ്ടി ഈ 5നെ ഞാൻ 10 ആക്കാൻ പോവാ. 5നെ 10 ആക്കാൻ മകളെ 2നെ ഒരേ ചേരമാക്കുന്നത് നല്ല പരിപാടി. 5നെ 10 ആക്കാൻ 2 കൊണ്ട് ഗുണിക്കണം. 2 കൊണ്ട് ഗുണിക്കുമ്പം മുകളിലും താഴെയും 2 കൊണ്ട് ഗുണിച്ചാൽ മതി. മുകളിൽ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2/5നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 10 പ്ലസ് 3/10 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറയ്ക്കാം. 1 മൈനസ് 5/10 എന്ന് വരും. 5/10 എന്ന് പറഞ്ഞാൽ 1/2 എന്നാ, 1/2. ശരിയാണോ? എങ്കിൽ 1 മൈനസ് അര എന്ന് പറഞ്ഞാൽ അരയെന്ന് വരും. 1 മൈനസ് അര എന്ന് പറഞ്ഞാൽ അരയെന്ന് വരും. അതായത് രണ്ട് പെട്ടിയിൽ നിന്നും എടുക്കുന്ന പന്തുകൾ ഒരു കറുപ്പും ഒരു വെളുപ്പുമാകാനുള്ള സാധ്യത 1/2. ഒരു കറുപ്പും ഒരു വെളുപ്പുമാകാനുള്ള സാധ്യത 1/2. മനസ്സിലായോ? സിമ്പിൾ അല്ലയോ? ക്ലിയർ ആണെന്ന് കരുതട്ടെ. ശരി, നമ്മുടെ നാലാമത്തെ ചോദ്യം ഇങ്ങനെ. നാലാമത്തെ ചോദ്യം, ഒരു കറുപ്പെങ്കിലും, എടുക്കുന്നതിനകത്തിൽ ഒരു കറുപ്പെങ്കിലും ഉണ്ടായിരിക്കണം. നമ്മൾ 2 പന്തുകൾ എടുക്കുന്നതിനകത്തിൽ ഒരു കറുപ്പെങ്കിലും വേണം. രണ്ടും കറുപ്പായ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. രണ്ടും കറുപ്പായാലും ഒരു പ്രശ്നവുമില്ല. ഒരു കറുപ്പെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പം ഒരു കറുപ്പെങ്കിലും വേണമെങ്കിൽ മക്കളെ എടുക്കുന്ന 2ഉം വെളുപ്പാകാതിരുന്നാൽ പോരെ? മതി. എടുക്കുന്ന 2ഉം വെളുപ്പാകരുത്. എന്നാൽ അങ്ങനെ അതിൽ ഒരു കറുപ്പ് പോലും ഇല്ല. അങ്ങനെയെങ്കിൽ ആകെ സാധ്യതയായ 1ൽ നിന്നും എന്ത് കുറച്ചാൽ മതി? ഒരു കറുപ്പെങ്കിലും വേണം എന്ന് പറയുമ്പം അതിൻ്റെ ഓപ്പോസിറ്റ് രണ്ടും വെളുപ്പാകുന്നത് കുറച്ചാൽ മതി. ഒരു വെളുപ്പെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ രണ്ടും കറുപ്പാകുന്നത് കുറച്ചാൽ മതി. ശരി, 1 മൈനസ് രണ്ടും വെളുപ്പാകുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇതങ്ങ് എടുക്കുമോ നേരിട്ട്. മക്കളെ, രണ്ടും വെളുപ്പാകുന്ന സാധ്യത
ദാ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ശരി, ഇനി കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞാൽ അത് കാണിച്ചു തന്നു. ശരി, എങ്കിൽ അങ്ങനെ തന്നെ ചെയ്തു പോവാം. രണ്ടും വെളുപ്പാകുന്ന സാധ്യത കണ്ടുപിടിക്കുക. 10 വെളുപ്പിൻ്റെ എണ്ണം 6 ഇൻറ്റു 10 വെളുപ്പിൻ്റെ എണ്ണം 5. അങ്ങനെ ചെയ്യുമ്പം 1 മൈനസ് വെട്ടിക്കളയാം 1/2, വെട്ടിക്കളയാൻ 2-നകത്ത് 2 ഒരു വട്ടം, ഇവിടെ 3 വട്ടം, 3/10 എന്ന് വരും. 3/10. ഓക്കെ, ശരി. 1 മൈനസ് 3/10 ചെയ്യുമ്പം 7/10 എന്ന് വരും. 7/10 എന്ന് വരും. അതായത് ഒരു കറുപ്പെങ്കിലും ലഭിക്കുവാനുള്ള സാധ്യത 7/10. നമ്മുടെ അടുത്ത ചോദ്യം, ഒരു വെളുപ്പെങ്കിലും ലഭിക്കുവാനുള്ള സാധ്യത. എങ്കിൽ നമ്മൾ എന്തു ചെയ്യണ്ടേ? ഒരു വെളുപ്പെങ്കിലും കിട്ടണമെങ്കിൽ രണ്ടും കറുപ്പാകുന്ന സാധ്യത എടുത്തു മാറ്റിയാൽ മതി. അപ്പം രണ്ടും കറുപ്പാകുന്ന സാധ്യത, ആകെയുള്ള സാധ്യത 1, അവിടെ നിന്ന് കുറയ്ക്കാൻ പോവുക. രണ്ടും കറുപ്പാകുന്ന സാധ്യത കണ്ടുപിടിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ ഇവിടെ നിന്നും പറ, മൊത്തം 10 സാധ്യത. അതിൽ രണ്ടും കറുപ്പാവണമെങ്കിൽ ഇവിടുന്ന് കറുപ്പ് കിട്ടുന്ന സാധ്യത 10ൽ 4, ഇവിടുന്ന് കറുപ്പ് കിട്ടുന്ന സാധ്യത 10ൽ 5. രണ്ടും കറുപ്പാവണമെങ്കിൽ ഗുണിക്കണം. അപ്പോൾ വെട്ടിക്കളയാം, ഇവിടെ 1/2 എന്ന് വരും. 2-നകത്ത് 2 ഒരു വട്ടം, 4-നകത്ത് 2 വട്ടം, വീണ്ടും വെട്ടാം 1/5 എന്ന് വരും. 1 മൈനസ് 1/5 എന്ന് പറഞ്ഞാൽ 4/5 എന്ന് വരും. അതായത് ഒരു വെളുപ്പെങ്കിലും ലഭിക്കുവാനുള്ള സാധ്യത 4/5. ഇതിനകത്തിൽ ഏതെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു 3 എണ്ണം അവർക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. മനസ്സിലായെന്നോ ഇല്ലെന്നോ? ക്ലിയർ അല്ലേ? ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു കുട്ടയിൽ 15 പഴുത്ത മാങ്ങയും 5 പച്ച മാങ്ങയും ഉണ്ട്. മറ്റൊരു പെട്ടിയിൽ അല്ലെങ്കിൽ കുട്ടയിൽ, മറ്റൊരു കുട്ടയിൽ തന്നെയാണ് കേട്ടോ, മറ്റൊരു കുട്ടയിൽ 8 പഴുത്തതും 2 പച്ചയും. 2 കുട്ടയിൽ നിന്നും ഓരോ മാങ്ങ എടുത്താൽ രണ്ടും പഴുത്തതാകാനുള്ള സാധ്യത എത്ര? രണ്ടും പച്ചയാകാനുള്ള സാധ്യത എത്ര? ഒരു പഴുത്തതും ഒരു പച്ചയും ആകാനുള്ള സാധ്യത എത്ര? ഒരു പഴുത്തതെങ്കിലും ആകാനുള്ള സാധ്യത എത്ര? ഒരു പച്ച എങ്കിലും ആകാനുള്ള സാധ്യത എത്ര? ഇതാണ് നമ്മുടെ ചോദ്യങ്ങൾ. ഓക്കെ, ഒരു കുട്ടയിൽ 15 പഴുത്ത മാങ്ങയും 5 പച്ച മാങ്ങയും. ശരി, നമുക്കൊന്ന് എഴുതി നോക്കാം. ഒരു കുട്ടയിൽ 15 പഴുത്ത മാങ്ങ, 15 പഴുത്തത്, 5 പച്ച, 5 പച്ചമാങ്ങ. മറ്റൊരു പെട്ടിയിൽ എന്തൊക്കെയാണ് നോക്കുക, അല്ലെങ്കിൽ മറ്റൊരു കുട്ടയിൽ എന്തൊക്കെയാ? 8 പഴുത്തതും 2 പച്ചയും. 8 പഴുത്തതും 2 പച്ചയും. 8 പഴുത്തതും 8 പഴുത്ത മാങ്ങയും 2 പച്ചമാങ്ങയും. നമ്മുടെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, 2 കുട്ടയിൽ നിന്നും ഓരോ മാങ്ങ വീതം നമ്മൾ എടുക്കുന്നു. രണ്ടും പഴുത്തതാകാനുള്ള സാധ്യത എത്ര? രണ്ടും പച്ചയാകാനുള്ള സാധ്യത എത്ര? ഒരു പഴുത്തതും ഒരു പച്ചയും ആകാനുള്ള സാധ്യത എത്ര? നമുക്ക് ആദ്യം അത്രയും കണ്ടുപിടിക്കാം. രണ്ടും പഴുത്തതാകാനുള്ള സാധ്യതയാണ് നമ്മുടെ ചോദ്യം. രണ്ടും പഴുത്തതാകണം. മക്കളെ, രണ്ടും പഴുത്തതാകണമെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ കുട്ട അവിടെ ഇല്ലെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ കുട്ടയുടെ കാര്യം അങ്ങ് മറന്നുപോകും. ശരി, ഒന്നാമത്തെ കുട്ട മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. എങ്കിൽ ആ കുട്ടയിൽ നിന്നും എടുക്കുന്നത് പഴുത്തതാകാനുള്ള സാധ്യത കണ്ടുപിടിക്കാൻ നമുക്കറിയാം 15 ഇഞ്ചും മൊത്തം 20 മാങ്ങയുണ്ട്. 8 2 മൊത്തം 10 മാങ്ങയുണ്ട്. ചോദ്യം രണ്ടും പഴുത്തതാകണം. എങ്കിൽ നമുക്കറിയാം മൊത്തം ഇവിടെ ഒന്നാമത്തെ കുട്ടയിൽ മാത്രം 20 മാങ്ങകൾ. അതിൽ 15 എണ്ണം നമ്മുടെ അനുകൂലം പഴുത്തതാകാനുള്ള സാധ്യത എത്ര എന്ന 20ൽ 15 എണ്ണം പഴുത്തത്. ഇനി ഒന്നാമത്തെ കുട്ട ഇല്ല എന്ന് കരുത്. രണ്ടാമത്തെ കുട്ടയിൽ നിന്ന് മാത്രം, രണ്ടാമത്തെ കുട്ട മാത്രമേ ഉള്ളത് വിചാരിക്കും. അവിടെ നിന്ന് മാത്രം ഒരു മാങ്ങ എടുത്താൽ അത് പഴുത്തതാകാനുള്ള സാധ്യത 10ൽ 8ആണ്. 10ൽ 8. ശരിയാണോ? എടാ, ഒന്നാമത്തെ കുട്ടയിൽ നിന്ന് മാത്രം 20 എണ്ണം ഉണ്ട് മൊത്തം, അതിൽ 15 എണ്ണം പഴുത്തത്. രണ്ടാമത്തെ കുട്ടയിൽ മൊത്തം 10 എണ്ണം ഉണ്ട്, അതിൽ 8 എണ്ണം പഴുത്തത്. ഓക്കെ, എങ്കിൽ രണ്ടും ഒരേ സമയത്ത് പഴുത്തതാകുന്ന സാധ്യത കണ്ടുപിടിക്കാൻ പരസ്പരം ഗുണിക്കണം. വെട്ടാൻ പറ്റും. ഇവിടെ ഇപ്പോൾ 5 കൊണ്ട് വെട്ടാം. 3 തവണ 5, 20-നകത്ത് 4 തവണ. വീണ്ടും വെട്ടാം. 4-നകത്ത് 4 ഒരു തവണ, 8-നകത്ത് 2 തവണ. ഓക്കെ, വീണ്ടും വെട്ടാം. 2-നകത്ത് 2 ഒരു തവണ, 10-നകത്ത് 5 തവണ. ഇനി വെട്ടാൻ പറ്റുമോ? വെട്ടാൻ പറ്റത്തില്ല. മുകളിൽ 3 × 1 3 താഴെ 5 × 1 5 എന്ന് പറഞ്ഞാൽ 3/5 എന്ന് വരും. 2 കുട്ടയിൽ നിന്നും എടുക്കുന്നത് പഴുത്തതാകാനുള്ള സാധ്യത 5ൽ 3. 5ലെ 3 സാധ്യതയും എടുക്കുന്ന രണ്ടും എന്താ? പഴുത്തതാകാനാണ് സാധ്യത. രണ്ടാമത്തെ ചോദ്യം, രണ്ടും പച്ചയാകാനുള്ള സാധ്യത. ശരി,
ഒന്നാമത്തെ പെട്ടിയിൽ നിന്നും അല്ലെങ്കിൽ കുട്ടയിൽ നിന്നും മാത്രം എടുക്കുന്നത് പച്ചയാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കുട്ടയിൽ മൊത്തം 20 മാങ്ങയുണ്ട്. അതിൽ പച്ചയുടെ എണ്ണം 5. രണ്ടാമത്തെ കുട്ടയിൽ മൊത്തം 10 മാങ്ങയുണ്ട്. അതിൽ പച്ചയുടെ എണ്ണം 2. രണ്ടും ഒരേ സമയത്ത് പച്ചയാകണം എന്ന് പറഞ്ഞാൽ ഇത് പരസ്പരം ഗുണിച്ചാൽ മതി. 5-നകത്തിൽ 5 ഒരു തവണ, 20-നകത്തിൽ 4 തവണ, 2-നകത്ത് 2 ഒരു തവണ, 4-നകത്ത് 2 തവണ. ഇനി വെട്ടാൻ പറ്റുമോ? ഇല്ല. 1 ഗുണം 1 1 വരും. 10 ഗുണം 2 20 വരും. എന്ന് പറഞ്ഞാൽ രണ്ടും പച്ചയാകാനുള്ള സാധ്യത 20-1. രണ്ടും പച്ചയാകാനുള്ള സാധ്യത 20-1. ശരി, ഇതെന്തുവാ? രണ്ടും പഴുത്തതാകാനുള്ള സാധ്യത 5-3. രണ്ടും പഴുത്തതാകാനുള്ള സാധ്യത 5-3. രണ്ടും പച്ചയാകാനുള്ള സാധ്യത 20-1. 20-1. ഓക്കെ, ശരി. എങ്കിൽ ഇനി ഇവിടെയുള്ള സാധ്യത മൊത്തം എന്തുമായിരിക്കും മക്കളെ? ഇവിടെ രണ്ടും പഴുത്തതാകാൻ, നമ്മൾ എടുക്കുന്ന 2 മാങ്ങയും ഒരേ സമയത്ത് പഴുത്തതാകാൻ പരമാവധി ഇത്രയും സാധ്യതയുള്ളൂ. നമ്മൾ എടുക്കുന്ന 2 മാങ്ങയും പച്ചയാകാൻ പരമാവധി ഇത്രയും സാധ്യതയുള്ളൂ. എങ്കിൽ ഇനി ഇവിടെയുള്ള സാധ്യത മൊത്തം എന്തുമായിരിക്കും? ഒരു പഴുത്തത് ഒരു പച്ച, ഒരു പച്ച ഒരു പഴുത്തത്. ശരിയാണോ? അങ്ങനെ ആയിരിക്കും. എങ്കിൽ നമുക്കറിയാം ഇവിടെ മൊത്തവും സാധ്യത 1 ആകെ സാധ്യതയായ 1 നിന്നും രണ്ടും പഴുത്തതാകുന്ന സാധ്യതയായ 5-3 രണ്ടും പച്ചയാകുന്ന സാധ്യതയായ 20-1 കുറച്ചാൽ മതി. ശരി, അങ്ങനെ കുറയ്ക്കുമ്പം 1 - നമുക്കറിയാം 1 - 20 വലിയ ചേരം. ഈ 5-നെ നമുക്ക് 20-ലെത്തിക്കാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 5-നെ 20 ആക്കാൻ 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 4 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കണം. 3-നെ ഗുണിക്കുമ്പം 4 കൊണ്ട് ഗുണിക്കുമ്പം 12, താഴെ 20. ഓക്കെ, പ്ലസ് 1/20 വരും. അപ്പം ഇത് കുറയ്ക്കുമ്പം 1 - 12 1 13 13/20 വരും. 13/20. ഓക്കെ, 13/20 എന്ന് പറഞ്ഞാൽ 7/20 വരും. 7/20. അതായത് എടുക്കുന്ന മാങ്ങ 2 എണ്ണത്തിൽ ഒരെണ്ണം പച്ചയും ഒരെണ്ണം പഴുത്തതുമാകാനുള്ള സാധ്യത 20-7. 20-7. മനസ്സിലായോ? 20-7. ശരി, നമ്മുടെ 4ാമത്തെ ചോദ്യം എന്തുവാ? 4ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു പഴുത്തതെങ്കിലും, ശരിയില്ലയോ? ഒരു പഴുത്തതെങ്കിലും ആകാനുള്ള സാധ്യത, ഒരു പഴുത്തതെങ്കിലും ആകാനുള്ള സാധ്യത കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ആകെ സാധ്യതയായ 1 നിന്നും ഒരു പഴുത്തതെങ്കിലും വേണമെന്ന് പറയുമ്പം രണ്ടും പച്ചയാകുന്ന സാഹചര്യം എടുത്ത് മാറ്റിയാൽ പിന്നുള്ള എല്ലാത്തിലും മക്കളെ ഒരു പഴുത്തതെങ്കിലും കാണത്തില്ലയോ? കാണും. അപ്പോൾ 1 നിന്നും രണ്ടും പഴുത്തതാകുന്നത് രണ്ടും പച്ചയാവുന്നത് കുറച്ചാൽ ഒരു പഴുത്തതെങ്കിലും ഉള്ളത് കിട്ടും. ശരി, ഞാൻ വീണ്ടും ചെയ്യുന്നില്ല, ഇവിടെ ചെയ്ത് വെച്ചേപ്പുണ്ട്. ഒരു പഴുത്തതെങ്കിലും ആകണമെന്ന് പറയുമ്പം ആകെയുള്ള സാധ്യതയിൽ നിന്നും രണ്ടും പച്ചയാകുന്ന സാധ്യത കുറച്ചാൽ മതി. ആകെ ഒരു സാധ്യത, അതിൽ നിന്നും രണ്ടും പച്ചയാകുന്ന സാധ്യത, എടുക്കുന്ന 2 മാങ്ങയും പച്ചയാവാതിരുന്നാൽ ബാക്കിയുള്ള എല്ലാത്തിനകത്തിലും ഒരു പഴുത്തെങ്കിലും കാണത്തില്ലയോ? എടുക്കുന്ന 2 മാങ്ങയും മക്കളെ പച്ചയാകാതിരുന്നാൽ ബാക്കിയുള്ള എല്ലാത്തിനകത്തിലും ഒരു പഴുത്തതെങ്കിലും കാണത്തില്ലയോ? കാണും. ആരാ പറഞ്ഞത്? ഒരു പഴുത്തതെങ്കിലും എന്ന് ചോദിച്ചാൽ രണ്ടും പച്ചയാകുന്നത് കുറച്ചാൽ മതി. ഒരു പച്ചയെങ്കിലും എന്ന് ചോദിച്ചാൽ രണ്ടും പഴുത്തതാകുന്നത് കുറച്ചാൽ മതി. എങ്കിൽ ഇവിടെ ഇപ്പം ഒരു പഴുത്തതെങ്കിലും ചോദിച്ചാൽ രണ്ടും പച്ചയാകുന്നത് കുറച്ചാൽ മതി. രണ്ടും പച്ചയാകുന്ന സാധ്യത 20-1. അപ്പോൾ 1 - 20 പോയി കഴിഞ്ഞാൽ 20-19. ഒരു പഴുത്തതെങ്കിലും ആകാനുള്ള സാധ്യത എന്ന് ചോദിച്ചാൽ 20-19. 4ാമത്തെ ചോദ്യം 5ാമത്തെ ചോദ്യം ഒരു പച്ചയെങ്കിലും ആകണം. ഒരു പച്ചയെങ്കിലും നമുക്കറിയാം. ഒരു പച്ചയെങ്കിലും ആകണമെങ്കിൽ രണ്ടും പഴുത്തത് കുറച്ചാൽ മതി. എങ്കിൽ 3/5 കുറച്ചാൽ മതി. കുറയ്ക്കുമ്പം ഉത്തരം കിട്ടും 2/5. നമ്മുടെ ശരി ഉത്തരം അവിടെ 2/5. നമ്മുടെ 5 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളാണ് ഈ കിടക്കുന്നത്. മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. ക്ലിയർ അല്ലയോ? പക്ക ഓക്കെ അല്ലയോ? ശരി, എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, ശരി. മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ്. നമുക്കറിയാം PSC പരീക്ഷകളിൽ മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് ആ പരീക്ഷാ സമയത്ത് നമ്മുടെ വേവലാതി കുറയ്ക്കാൻ ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണിത്. അതായത് ഇതിനകത്ത് നിന്ന് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമാണ്. അതിനോടൊപ്പം ഞാൻ ഒരു ചോദ്യം കൂടെ ചേർത്ത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആക്കി എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് തന്നെയായിരുന്നു. ലെവലിലെ ചോദ്യങ്ങൾ തന്നെയായിരുന്നു.
സ്റ്റേറ്റ്മെൻ്റ് ആക്കിയില്ല, പകരം ഞാൻ 5 ചോദ്യങ്ങളും ഒരുമിച്ചങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇനി പറയുന്ന ചോദ്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണണമെന്ന്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാണാൻ ചെയ്തിട്ട് മനസ്സിലാവാത്തവർ അല്ലെങ്കിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് ചെയ്തിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ എന്നോടൊപ്പം വീഡിയോയുടെ അവസാനം വരെ ഉണ്ടായിരിക്കണം. നോക്ക്, ചോദ്യം ഇങ്ങനെ: ഒരു പെട്ടിയിൽ 1 മുതൽ 5 വരെ എഴുതിയ പേപ്പർ കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1 മുതൽ 6 വരെ എഴുതിയ പേപ്പർ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട്. 2 പെട്ടിയിൽ നിന്നും ഓരോ പേപ്പർ കഷ്ണങ്ങൾ എടുത്താൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 2 പ്രസ്താവന കൊടുത്തിട്ടുണ്ട് മക്കളെ. രണ്ടും ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത 1/5. ഞാൻ തെളിച്ചൊന്നെഴുതാം. 1/5. രണ്ടും ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത 1/5 ആണ്. രണ്ടും ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യത 3/10 ആണ്. ഇതാണ് 2 പ്രസ്താവനകൾ. ചോദ്യം ഒരിക്കൽ കൂടെ: ഒരു പെട്ടിയിൽ 1 മുതൽ 5 വരെ എഴുതിയ പേപ്പർ കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1 മുതൽ 6 വരെ എഴുതിയ പേപ്പർ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട്. ശരി, നമുക്ക് ആദ്യം ഒന്ന് എഴുതാം. ഒരു പെട്ടിയിൽ 1 മുതൽ 5 വരെ, മറ്റൊരു പെട്ടിയിൽ 1 മുതൽ 6 വരെ. അപ്പം ഞാൻ 2 പെട്ടി വരയ്ക്കുമോ മക്കളെ? ഒരു പെട്ടിയിൽ 1 2 3 4 5 6, 1 2 3 4 5 6. ശരിയാണോ? 1 മുതൽ 6 വരെ എഴുതിയ പേപ്പർ കഷ്ണങ്ങൾ. മറ്റൊരു പെട്ടിയിലോ 1 മുതൽ 5 വരെ എഴുതിയത് അല്ലേ? 1 മുതൽ ഒന്നാമത്തെ പെട്ടിയിൽ 1 മുതൽ 5 വരെ ആയിരുന്നു കേട്ടോ. ഒന്നാമത്തെ പെട്ടിയിൽ 1 മുതൽ 5 വരെ ആയിരുന്നു. രണ്ടാമത്തെ പെട്ടിയിൽ 1 മുതൽ 6 വരെ. ശരി, പേപ്പർ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. 2 പെട്ടിയിൽ നിന്നും ഓരോ പേപ്പർ കഷ്ണങ്ങൾ എടുത്താൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് ചോദ്യം. രണ്ടും ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത എത്ര? രണ്ടും ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യത എത്ര? ശരി, എത്ര എന്നല്ല, സ്റ്റേറ്റ്മെന്റിനകത്ത് ഉത്തരം തന്നിട്ടുണ്ട്. നമ്മൾ ശരിയാണോ തെറ്റാണോ എന്ന് പ്രസ്താവിക്കണമെങ്കിൽ അതിൻ്റെ ശരി ഉത്തരം കണ്ടുപിടിച്ചേ മതിയാകും. എങ്കിൽ ആദ്യം നോക്ക്, ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന. അപ്പം തെറ്റിപ്പോകരുത്. പ്രസ്താവന ചോദ്യങ്ങളിൽ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ശരിയായതേത്, ശരിയല്ലാത്തതേത്. ശരിയായതേത്, ശരിയല്ലാത്തതേത്, തെറ്റായത് എന്ന് വേണമെങ്കിൽ നേരിട്ട് ചോദിക്കാം. പക്ഷേ നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ശരിയല്ലാത്തത് എന്ന് ചോദിക്കുന്നത്. ഇവിടെ പേടിക്കണ്ട, ശരിയായത് തന്നെയാണ് ചോദിക്കുന്നത്. ശരി, അവ രണ്ടും ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം മക്കളെ, 1 മുതൽ 5 വരെ എഴുതിയിട്ടേക്കുമ്പം ഇതിനകത്തിൽ മൊത്തം 5 പേപ്പർ കഷ്ണങ്ങളുണ്ട്. 1 മുതൽ 6 വരെ എഴുതിയിട്ടേക്കുമ്പം ഇതിനകത്തിൽ മൊത്തം 6 പേപ്പർ കഷ്ണങ്ങളുണ്ട്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്തുവാ? ഒന്നാമത്തെ ചോദ്യം, രണ്ടും ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത എത്ര? രണ്ടും ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത. ശരി, രണ്ടാമത്തെ പെട്ടി ഇല്ല എന്ന് കരുത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ പെട്ടി ഇല്ല. ഒന്നാമത്തെ പെട്ടിയിൽ നിന്നും ഞാനൊരു പേപ്പർ കഷ്ണം എടുക്കുക. അത് ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത കാണുന്നത് എങ്ങനെയാ? അനുകൂലം ബൈ ആകെ, ഫേവറബിൾ ബൈ ടോട്ടൽ. ശരി, ഇതിനകത്തിൽ ടോട്ടൽ 5 പേപ്പർ കഷ്ണങ്ങളുണ്ട്. ടോട്ടൽ 5 പേപ്പർ കഷ്ണങ്ങൾ. അതിൽ നമുക്ക് എന്തോ കിട്ടണം? ഇരട്ട സംഖ്യ കിട്ടണം. എങ്കിൽ ഒന്നാമത്തെ പെട്ടിയിൽ ഇരട്ട സംഖ്യകൾ ഏതൊക്കെ? 2ഉം 4ഉം. 2 എണ്ണം. 2ഉം 4ഉം. ഇരട്ട സംഖ്യകളുടെ എണ്ണം 2. ശരിയാണോ? 2 എണ്ണം. അപ്പം മൊത്തത്തിൽ 5 എണ്ണം. മൊത്തത്തിൽ 1 2 3 4 5 പേപ്പർ കഷ്ണങ്ങൾ. അതിൽ ഇരട്ട സംഖ്യ എഴുതിയിരിക്കുന്ന പേപ്പർ കഷ്ണങ്ങൾ 2 എണ്ണം. 5ൽ 2 എണ്ണം. 5ൽ 2 എണ്ണം. അതുപോലെ രണ്ടാമത്തെ പെട്ടി, ഇനി ഒന്നാമത്തെ പെട്ടി ഇല്ല എന്ന് കരുത്. രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് മാത്രം ഒരു പേപ്പർ എടുത്താൽ അത് ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചാൽ, മൊത്തം അവിടെ 6 പേപ്പർ കഷ്ണങ്ങൾ. അതിൽ ഇരട്ട സംഖ്യ വരുന്നത് 2 4 6. 3 എണ്ണം. 2ലും ഉണ്ട്, 4ലും ഉണ്ട്, 6ലും ഉണ്ട്. അപ്പം 3 പേപ്പർ കഷ്ണത്തിന് അതിൽ ഇരട്ട സംഖ്യയുണ്ട്. അപ്പം ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് മാത്രം ഒരു പേപ്പർ എടുത്താൽ 5 എണ്ണത്തിൽ 2 സാധ്യതയും ഇരട്ട സംഖ്യ ആവാനാണ്. രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് ഒരു പേപ്പർ എടുത്താൽ അത് ഇരട്ട സംഖ്യ ആകുന്ന സാധ്യത മൊത്തം 6 എണ്ണത്തിൽ 3 എണ്ണം. 2 പെട്ടിയിൽ നിന്നും ഞാൻ ഒരേ സമയത്ത് പേപ്പർ കഷ്ണങ്ങൾ എടുത്താൽ രണ്ടും ഇരട്ട സംഖ്യ ആവുന്ന സാധ്യത കണ്ടുപിടിക്കാൻ തമ്മിൽ ഗുണിച്ചാൽ മതി. നമുക്ക് വെട്ടിക്കളയാം. 3-നകത്ത് 3 1 വട്ടം, 6-നകത്ത് 3 2 വട്ടം. ഓക്കെ, 2-നകത്ത് 2 1 വട്ടം, ഈ 2-നകത്തും 2 1 വട്ടം. മുകളിൽ 1 × 1 1 വരും.
5 ഗുണം 1 താഴെ 5 എന്ന് വരും, 1/5 എന്ന് വരും. രണ്ടും ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത 1/5. രണ്ടും ഈവൻ നമ്പർ ആകാനുള്ള സാധ്യത 1/5 എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മുടെ പ്രസ്താവന പരിശോധിക്കാം. രണ്ടും ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത 1/5 എന്നാണ് പറയുന്നത്. ശരിയല്ലേ? ശരിയാണ്. എടാ, രണ്ടും ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത 1/5 എന്നാണ് പറയുന്നത്. ആ പ്രസ്താവന ശരിയോട് ശരിയാണ് അല്ലേ? വളരെ വളരെ ശരിയാണ്. എങ്കിൽ നമ്മുടെ രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. രണ്ടും ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യത 3/10 ആണെന്ന് നോക്കാം. രണ്ടും ഒറ്റ സംഖ്യ ആവണം മക്കളെ. രണ്ടും ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത കണ്ടുപിടിക്കണം. ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് മാത്രം ഒരു സംഖ്യ എടുത്താൽ, അല്ലെങ്കിൽ ഒരു പേപ്പർ കഷ്ണം എടുത്താൽ, ആ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത മൊത്തം 5 എണ്ണത്തിൽ ഒറ്റ സംഖ്യ 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. അപ്പൊ 5 എണ്ണത്തിലെ 3 എണ്ണത്തിനും ഒറ്റ സംഖ്യക്കുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് മാത്രം ഒരു പേപ്പർ കഷ്ണം എടുത്താൽ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത മൊത്തം 6 എണ്ണം ഉണ്ട്. 6 എണ്ണത്തിൽ 1, 3, 5, അവിടെയും 3 എണ്ണം ഉണ്ട്. 1-ലും 3-ലും 5-ലും ഒറ്റ സംഖ്യ എഴുതിയിട്ടേക്കുന്നത്. രണ്ട് പെട്ടിയിൽ നിന്നും എടുക്കുന്ന ഒരേ സമയം ഒറ്റ സംഖ്യ ആവണം, തമ്മിൽ ഗുണിക്കണം. 3-നകത്ത് 3 ഒരു വെട്ടം, 6-നകത്ത് 2 വെട്ടം. 1 ഗുണം 3 3 വെട്ടാൻ പറ്റത്തില്ല. ഇനി ഗുണിക്കാം. 1 ഗുണം 3 3, 5 ഗുണം 2 10, 3/10 എന്ന് വരും. 3/10. അതായത് രണ്ട് പെട്ടിയിൽ നിന്നും എടുക്കുന്ന ഒരേ സമയം ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത 3/10. ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത 3/10. എടാ, രണ്ടും ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത 3/10 എന്ന് തന്നെയാണ് സ്റ്റേറ്റ്മെന്റും പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതും ശരിയോട് ശരിയാണ് അല്ലേ? അത്യധികം ശരിയാണ്. രണ്ട് പ്രസ്താവനകളും ശരി. അപ്പൊ നമ്മുടെ ഓപ്ഷൻ കാണും 1ഉം 2ഉം ശരി എന്നാണ് നമ്മുടെ ശരിയായ ഉത്തരം. മനസ്സിലായോ? ക്ലിയർ ആണെന്ന് കരുതട്ടെ. അപ്പൊ ഈ ഒരു ബോൾ സൂപ്പർ ബോളായിരുന്നു. PSC മുൻവർഷത്തിൽ നമുക്ക് നേരെ എറിഞ്ഞ ബോളാണ്. അപ്പൊ സൂപ്പർ ഓവറിനകത്തിലെ ഇതുവരെ കടന്നുപോയ 4 ബോളുകളും ഒരുപക്ഷെ ആദ്യമായിട്ട് നേരിടുന്നവരുണ്ടായിരിക്കും. നല്ല ബോളുകളാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ബോളിലോട്ട് പോവാം. 2 പകിടകൾ ഒരുമിച്ച് മുകളിലേക്ക് എറിയുന്നു. മക്കളെ, അത്യാവശ്യം എല്ലാവർക്കും അടിക്കാൻ പറ്റുന്ന ഒരു കറക്റ്റ് അത്യധികം ഒരു ബോളറുടെ കഴിവൊന്നും പ്രകടിപ്പിക്കാത്തൊരു ബോൾ തന്നെയാണിത്. 2 പകിടകൾ ഒരുമിച്ച് മുകളിലേക്ക് എറിയുന്നു. രണ്ടും ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത ഒരൊറ്റ സംഖ്യയും ഒരു ഇരട്ട സംഖ്യയും ആകാനുള്ള സാധ്യത നോക്കാം. ഇവിടെ 2 പകിടകൾ മുകളിലേക്ക് ഒരുമിച്ച് എറിയുന്നു. എന്താണ് പകിട? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ, ഏണിയും പാമ്പൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന ഡൈസ്, അതിനെയാണ് പകിട എന്ന് വിളിക്കുന്നത്. 1 മുതൽ 2, 3, 4, 5, 6 വരെ, അതായത് 1 മുതൽ 6 വരെ 6 മുഖങ്ങളിൽ നമ്പരിട്ട ഒരു സമയതര കട്ടയാണ് പകിട അഥവാ ഡൈസ്. അപ്പൊ 2 എണ്ണം ഒരേ സമയത്ത് മുകളിലോട്ട് എറിയുക. മക്കളെ, 2 എണ്ണം ഒരേ സമയത്ത് മുകളിലോട്ട് എറിയുക. നമുക്കറിയാം 2 എണ്ണത്തിലുണ്ട് 1 മുതൽ 6 വരെ. എങ്കിൽ ഒന്നാമത്തെ ചോദ്യം, രണ്ടും ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത നമുക്കറിയാം. ഒന്നാമത്തെ പകിടയ്ക്കകത്തിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. രണ്ടാമത്തെ പകിടയിലുണ്ട് 1, 2, 3, 4, 5, 6 വരെ. ശരിയാണോ? 6 വരെ അതിനകത്തിൽ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. രണ്ടും ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മനസ്സിലായി. ഒന്നാമത്തെ പകിട മാത്രം നിങ്ങൾ പരിശോധിക്കും. ഒന്നാമത്തെ പകിട മാത്രം പരിശോധിച്ചാൽ മൊത്തം എത്ര സാധ്യത? ആകെ ഫലങ്ങളുടെ എണ്ണം ടോട്ടൽ എത്ര? 6. ടോട്ടൽ 6. ശരിയാണോ? അതിൽ ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത എത്ര? 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. 2, 4, 6, 3 എണ്ണം. 3 എണ്ണത്തിനും സാധ്യത എന്താ? 3 എണ്ണത്തിന്റെ സാധ്യത എന്തുവാ? ഇരട്ട സംഖ്യ ആവാനാ. ഇനി രണ്ടാമത്തത് മാത്രം പരിശോധിക്കും. രണ്ടാമത്തെ പകിട മാത്രം പരിശോധിച്ചാൽ അവിടെയും ടോട്ടൽ 6. അവിടുന്ന് ഇരട്ട സംഖ്യ 3 എണ്ണം. ശരിയാണോ? ഇനി രണ്ടിടത്തുനിന്ന് ഒരേ സമയത്ത് ഇരട്ട സംഖ്യ വീഴണം. തമ്മിൽ ഗുണിച്ചാൽ മതി. ഗുണിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ 1/2 എന്ന് വരും. ശരിയാണോ? ഇവിടെയും 1/2 എന്ന് വരും. ശരി, ഗുണിക്കാം. 1 ഗുണം 1 1 വരും. 2 ഗുണം 2 4 വരും. 1/4. രണ്ടിടത്തുനിന്നും ഇരട്ട സംഖ്യ വീഴാനുള്ള സാധ്യത 1/4 ആണ്. രണ്ടിടത്തുനിന്നും ഇരട്ട സംഖ്യ, അതായത് രണ്ടിടത്തും ഒരേ സമയത്ത് ഇരട്ട സംഖ്യ വീഴാനുള്ള സാധ്യത 4-ൽ 1. ശരി, അപ്പം ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരവായി. രണ്ടും ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത 1/4. രണ്ടും ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത 1/4. രണ്ടാമത്തെ ചോദ്യം എന്ത് മക്കളെ? ഒരു ഒറ്റയും ഒരു ഇരട്ടയും ആകാനുള്ള സാധ്യത.
എടാ ഒരു ഒറ്റയും ഒരു ഇരട്ടയും ആകാനുള്ള സാധ്യത അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരൊറ്റയും ഒരു ഇരട്ടയും ആകാനുള്ള സാധ്യത കണ്ടുപിടിക്കണമെങ്കിൽ എടാ രണ്ടും ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത നമ്മുടെ കയ്യിലുണ്ട്. രണ്ടും ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത നമ്മുടെ കയ്യിലുണ്ട്. ഇനി എന്ത് ചെയ്യണം? രണ്ടും ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യതയും കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ടും ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യതയും രണ്ടും ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യതയും കഴിഞ്ഞാൽ പിന്നുള്ള സാധ്യത മൊത്തം എന്തുവാ? ഒരൊറ്റയും ഒരിരട്ടയും, ഒരൊറ്റയും ഒരിരട്ടയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും പെൺകുട്ടികളാവുന്നതും രണ്ടും ആൺകുട്ടികളാവുന്നതും കഴിഞ്ഞാൽ പിന്നുള്ള എല്ലാ സാധ്യതയിലും ഒരാണും ഒരു പെണ്ണും. അതുപോലെ തന്നെ ഇവിടെയും എടാ രണ്ടും ഇരട്ട സംഖ്യകളാവുന്ന സാധ്യത ഇത്, രണ്ടും ഒറ്റ സംഖ്യകളാവുന്ന സാധ്യതയും കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതും രണ്ടും ഒറ്റ സംഖ്യകളാവുന്നതും കുറച്ചാൽ പിന്നുള്ള അതിനകത്ത് മൊത്തം ഒരൊറ്റയും ഒരിരട്ടയും ആയിരിക്കും. എങ്കിൽ രണ്ടും ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത കണ്ടുപിടിക്കുമ്പം മൊത്തം 6, 6 3 ഒറ്റ സംഖ്യ. രണ്ടാമത്തെ പകിട പരിശോധിക്കുമ്പോഴും മൊത്തം 6, അതിൽ 3 ഒറ്റ സംഖ്യ. തമ്മിൽ ഗുണിക്കുമ്പം രണ്ടും ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത 1/2 എന്ന് വരും. ഇവിടെയും 1/2 എന്ന് വരും. 1/4 വരികയും ചെയ്യും. ഓക്കെ, അതായത് രണ്ടും ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത 1/4. രണ്ടും ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. രണ്ടും ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ച് എത്ര? 1/4. ശരിയാണോ? രണ്ടും ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത 1/4 ആയിരുന്നു. രണ്ടും ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത 1/4 ആണ്. എങ്കിൽ ആകെയുള്ള സാധ്യതയായ ഒന്നിൽ നിന്നും രണ്ടും ഇരട്ട സംഖ്യ ആകുന്ന സാധ്യതയായ 1/4ഉം രണ്ടും ഒറ്റ സംഖ്യ ആകുന്ന സാധ്യതയായ 1/4ഉം തമ്മിൽ കൂട്ടിയിട്ട് അത് ഒരുമിച്ച് കുറച്ചാൽ ബാക്കിയുള്ള എല്ലായിടത്തും ഒരൊറ്റയും ഒരിരട്ടയും, ഒരൊറ്റയും ഒരിരട്ടയും, ഒരൊറ്റയും ഒരിരട്ടയും. ശരിയാണോ? എങ്കിൽ ഒരേ ചേരമുള്ള ഭിന്നസംഖ്യകളെ കൂട്ടാൻ ചേരം അങ്ങനെ തന്നെ എഴുതും. 1 1 കൂട്ടിയാൽ 2 വരും. ശരി, 1 2/4 കുറച്ച് കഴിഞ്ഞാൽ 2/4 കിട്ടും. 2/4 വെട്ടിയാൽ 1/2 എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഒരൊറ്റയും ഒരിരട്ടയും ആകാനുള്ള സാധ്യത 1/2. ഒരൊറ്റയും ഒരു ഇരട്ടയും ആകാനുള്ള സാധ്യത 1/2. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതട്ടെ. ശരി, അപ്പോൾ നമ്മുടെ സൂപ്പർ ഓവറിലെ ലാസ്റ്റ് ബോൾ എറിയട്ടെ. എല്ലാവർക്കും അടിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ബോളാണ്. എല്ലാവർക്കും സിക്സർ അടിക്കാൻ പറ്റുന്ന ബോളെന്ന് തന്നെ വേണേൽ പറയട്ടെ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ബോളിലോട്ട് ചോദ്യം ഇങ്ങനെയാണ്. ഒരു പെട്ടിയിൽ 1 മുതൽ 4 വരെ എഴുതിയ പേപ്പർ കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1 മുതൽ 2 വരെ എഴുതിയ പേപ്പർ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട് എന്നാണ്. ഇട്ടിട്ടുണ്ട്. 2 പെട്ടിയിൽ നിന്നും ഓരോ പേപ്പർ കഷ്ണം എടുക്കുന്നു. അതിൻ്റെ തുക ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത എത്ര? അത്യാവശ്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ചോദ്യമോ? ഒന്നുമില്ല, വലിയ എഫർട്ട് ഒന്നുമില്ല. ഒരു പെട്ടിയിൽ മക്കളെ 1 മുതൽ 4 വരെ, അതായത് നമ്മുടെ ഫസ്റ്റ് ബോക്സിനകത്തിൽ 1 മുതൽ 4 വരെ, 1 മുതൽ 4 വരെ. ഓക്കെ, മറ്റൊരു പെട്ടിയിൽ 1 മുതൽ 2 വരെ, 1 മുതൽ 2 വരെ, അതായത് 1 2 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 മുതൽ 2 വരെ എഴുതിയ പേപ്പർ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. 2 പെട്ടിയിൽ നിന്നും നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഓരോ പേപ്പർ കഷ്ണം നമ്മൾ എടുക്കുമോ? ഒരുമിച്ച് എടുക്കുമോ? അങ്ങനെ എടുക്കുമ്പം എടുക്കുന്നതിൻ്റെ തുക, ആ എടുത്തതിൻ്റെ രണ്ടിൻ്റെയും കൂടെ തുക ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത, എടുക്കുന്നതിൻ്റെ തുക ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത എത്ര എന്നാ ചോദിക്കുന്നത്. ശരി, ഞാൻ ആദ്യം ആ എടുക്കുന്ന പ്രോബബിലിറ്റീസ് മൊത്തം ഒന്ന് എഴുതി വെക്കാം. നോക്കിയ മക്കളെ, ഞാൻ എടുക്കുമ്പം ഒന്നാമത്തെ പെട്ടിയിൽ നിന്നും ഞാൻ 1 എടുക്കാം, രണ്ടാമത്തെ പെട്ടിയിൽ നിന്നും 1 എടുക്കാം. അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ, 1 1 എന്നൊരു സാധ്യതയുണ്ട്. ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് 1 എടുക്കുന്ന കൂട്ടത്തിൽ രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് 1 എടുക്കാം. അപ്പോൾ രണ്ടിടത്തുനിന്ന് എനിക്ക് 1 കിട്ടിയത്. 1 1 എന്ന് വേണമെങ്കിൽ വരാം. ശരി, ഇനി ഞാൻ ഒന്നാമത്തെ പെട്ടിയിൽ നിന്നും 1 എടുക്കുമ്പം രണ്ടാമത്തെ പെട്ടിയിൽ നിന്നും 1 കിട്ടണമെന്നില്ല. ചിലപ്പോൾ 2 ആയിരിക്കും കിട്ടുന്നത്. ശരിയാണോ? അപ്പം ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് 1 എടുക്കാം, രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് 2 എടുക്കാം. 1 2 എന്നൊരു സാധ്യത ഉണ്ടല്ലോ, ഉണ്ട്. ഇനി ഇതിനകത്ത് വേറെ സംഖ്യയില്ല, 1 2 വരെ ഉള്ളു, 3 ഇല്ല. അപ്പോൾ ഇതിനകത്ത് 1 എടുത്ത് ഇതിനകത്ത് 3 എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതിനകത്ത് 1 എടുത്താൽ ഇതിനകത്ത് 1 എടുക്കാം, ഇതിൽ നിന്ന് 1 എടുത്താൽ ഇതിൽ 2 എടുക്കാം. അങ്ങനെ 2 സാധ്യതയുള്ള അവിടെ. അതുപോലെ ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് ഞാൻ 2 എടുക്കുമ്പം രണ്ടാമത്തെ പെട്ടിയിൽ നിന്നും 1 എടുക്കാം. ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് ഞാൻ 2 എടുക്കുമ്പം രണ്ടാമത്തെ പെട്ടിയിൽ നിന്നും 2 എടുക്കാം. ശരി, ഇനി 3 എടുക്കാൻ പറ്റത്തില്ലല്ലോ, ഇവിടുന്ന് പറ്റത്തില്ല, 1 2 മാത്രമേ ഉള്ളൂ.
ഇനി ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് ഞാൻ 3 എടുത്താൽ രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് 1 എടുക്കാൻ പറ്റും. ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് 3 എടുത്താൽ രണ്ടാമത്തെ പെട്ടിയിൽ നിന്നും 2 എടുക്കാൻ പറ്റും. 3, 2. ഇനി ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് ഞാൻ 4 എടുക്കുന്നതെങ്കിൽ രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് 1 എടുക്കാം. ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് 4 എടുത്താൽ രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് 2 എടുക്കാം. 4, 2. ഇനി വല്ലതുണ്ടോ? ഇല്ല മക്കളെ, മൊത്തം 8 സാധ്യതയുള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8. മൊത്തം 8 സാധ്യത. അപ്പം മനസ്സിലായി, മൊത്തം 8 എണ്ണം. മക്കളെ, നമ്മുടെ ആകെ ഫലങ്ങളുടെ എണ്ണം 8. അപ്പം 8 ആണ് നമ്മുടെ താഴെ വരേണ്ടത്. ഇത്രയും രീതിയിലേ എടുക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം ഇത്രയും രീതിയിൽ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ പെട്ടിക്കകത്ത് നിന്ന് വേറെ ഒരു തരത്തിലും എടുക്കാൻ പറ്റത്തില്ല എങ്കിൽ നമ്മുടെ ചോദ്യം എടുക്കുന്നു. അതിൻ്റെ തുക ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത നോക്കാം. ഇത് കൂട്ടി നോക്കാം. 1 ഒന്നുകൂടെ കൂട്ടിയ മക്കളെ 2, 1 ഒന്നുകൂടെ കൂട്ടിയ 2. ഓക്കെ, 2 ഒന്നുകൂടെ കൂട്ടിയ ഇവിടെ 3, 3 ഒന്നുകൂടെ കൂട്ടിയ 4, 4 ഒന്നുകൂടെ കൂട്ടിയ 5, 2 ഒന്നുകൂടെ കൂട്ടിയ 3, 2ഉം 2ഉം കൂട്ടി 4, 3ഉം 2ഉം കൂട്ടി 5, 4ഉം 2ഉം കൂട്ടി 6. നോക്കാം ഇതിനകത്തിൽ എത്ര എണ്ണം ഇരട്ട സംഖ്യ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. എത്ര ഇരട്ട സംഖ്യകൾ എന്ന് നോക്കുമ്പം 2 ഇരട്ട സംഖ്യ, 4 ഇരട്ട സംഖ്യ, 4 ഇരട്ട സംഖ്യ, 6 ഇരട്ട സംഖ്യ. ശരിയാണോ? 3, 5, ഇവിടെ 3, 5. അപ്പം മനസ്സിലായി, മൊത്തം 8 എണ്ണത്തിൽ ദാ 4 എണ്ണവും എന്താണ്? ഇരട്ട സംഖ്യയാണ്. 8ൽ 4 എണ്ണം. മൊത്തം സാധ്യത മക്കളെ 8. അതിൻ്റെ തുക ഇരട്ട സംഖ്യ ആവുന്നത് 4 എണ്ണേ ഉള്ളൂ. തുക അത് നമ്മൾ കൂട്ടുമ്പം തുക ഇരട്ട സംഖ്യ വരുന്നത് 4 എണ്ണേ ഉള്ളൂ. 8 എണ്ണത്തിൽ 4 എണ്ണം. അതിനെ ചെറുതാക്കുമ്പം 2ൽ 1 വരും. നമ്മുടെ ശരി ഉത്തരം 1/2 എന്ന് ലഭിക്കും. മനസ്സിലായോ? എളുപ്പമില്ലയോ? പറഞ്ഞത് ക്ലിയർ ആയോ? പക്ക ഓക്കെ ആണോ? ശരി. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 6 ബോളുകളാണ് നിങ്ങൾക്ക് നേരെ എറിഞ്ഞത്. ഒരു 6 ബോളുകൾ. ഈ 6 ബോളുകളും വ്യക്തമായിട്ട് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് തീർച്ചയായിട്ടും അടിച്ച് ദൂരെ തെറിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇനി അത് പറ്റിയില്ലെങ്കിൽ എത്ര എണ്ണം ചെയ്യാൻ പറ്റി നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാമത്തെ പറഞ്ഞു തരുമ്പം രണ്ടാമത്തെ ചെയ്യാൻ പറ്റും, മൂന്നാമത്തെ ചെയ്യാൻ പറ്റും. ശരി, അങ്ങനെ ഒന്നാമത്തെ കേട്ടതിന് ശേഷം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചെയ്യാൻ പറ്റിയോ? അങ്ങനെയെങ്കിൽ എത്ര ബോളുകൾ നിങ്ങൾക്ക് അടിക്കാൻ പറ്റി എല്ലാം കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ മുന്നോട്ടുള്ള എനർജി. അപ്പം ആ എനർജിക്ക് ഒട്ടും കുറവ് വരുത്തരുത്. അപ്പം ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തോടെ തൽക്കാലം സൂപ്പർ ഓവറിൻ്റെ 6ാമത്തെ എപ്പിസോഡ് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം ഇതേ പാഠത്തിൻ്റെ 3ാമത്തെ പാർട്ട് സൂപ്പർ ഓവറിൻ്റെ 7ാമത്തെ എപ്പിസോഡുമായിട്ട് അടുത്ത വെള്ളിയാഴ്ച കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ ഫ്രം വിശാഖ് പാവുമ്പ.